ഞങ്ങൾക്ക് തന്നിരണമേ. പരിശുദ്ധരാജ്ഞിയെ, കരുണയുടെ മാതാവേ സുസ്തി. ഞങ്ങളുടെ ജീവനും മാതിരിയും ശരണവുമേ സുസ്തി. ഹവ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിന്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നടുവേർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥേ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും ആദരവും നിറഞ്ഞ കന്യകാമറിയമേ, ആമേൻ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ സർവേശ്വര, ഭാഗ്യവതിയായ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേ ദൈവപുത്രന് യോഗ്യമായ പീഠമായിരിക്കാൻ ആദിയിൽ അങ്ങ് നിശ്ചയിച്ചുവല്ലോ. ആ ദിവ്യമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷകളാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ അപേക്ഷകൾ ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് തരണമേ. ആമേൻ. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവരെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകകളുടെ രാജ്ഞിയായി കന്യകയെ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് അങ്ങേ തൃപ്പാദത്തിൽ ഞാൻ അണയുന്നു. വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ആധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. മിശിഹാ മധ്യസ്ഥ പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹാ ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷയുടെ സ്വാതന്ത്ര്യവും ദൈവരാജ്യ അനുഭവവും മറ്റുള്ളവരുമായി പങ്കുവെക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള മിശിഹാ കുടുംബാംഗങ്ങളെയും എല്ലാ ഉപകാരികളെയും ആത്മീയ വരങ്ങളാലും ഭൗതിക നന്മകളാലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹാ ടീം നയിക്കുന്ന വിവിധ കോഴ്സുകളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ഏക ദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഹൃദയത്തിലേറുന്ന തീഷ്ണമതികളായ ധാരാളം മിഷണറിമാരെ ഒരുക്കുവാൻ മിശിഹാ ടീമിനെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൻ നാമം, എന്നേശുവിൻ നാമം, എൻ ജീവിതത്തിലേക ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെന്നേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി തന്റെ ജീവനർപ്പിച്ചു. അവൻ എന്നെ രക്ഷിച്ചു, അവൻ എന്നെ താങ്ങി തൻ ഭുജബലത്താൽ എന്നെ നടത്തുമവൻ. യേശുവിൻ നാമം, എന്നേശുവിൻ നാമം, എൻ ജീവിതത്തിലേക ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെന്നേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ മിസിയോ കുടുംബമേ, യോഹന്നാന്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായം 42-ാം തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിച്ചു കേൾക്കുന്നു: കാരണം
ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകൻ എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. യേശു ലോകരക്ഷകൻ എന്ന നിത്യസത്യത്തെ അധികരിച്ചുള്ള ഈ സെഷന് വേണ്ടി മിസിയോയുടെ 16ാമത്തെ പ്രിലിംസ് ബാച്ച് ഇതാ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കഴിഞ്ഞ അരമണിക്കൂർ നേരം പരിശുദ്ധ അമ്മയോടും ലൂസിയാന്റിയോടും കുടുംബത്തോടും ഒപ്പം ഇരുന്ന് നാം ജപമാല ചൊല്ലുകയായിരുന്നു. ആന്റിക്കും ആന്റിയുടെ കുടുംബത്തിനും പ്രത്യേകം നന്ദി പറയുകയാണ്. ജപമാലയ്ക്കും മിസിയോ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും ശേഷം നമ്മുടെ ഈ മീറ്റിംഗിന്റെ പ്രാർത്ഥനാരൂപി നല്ലൊരു ഗാനത്താൽ പ്രോജ്വലിപ്പിച്ച വിൻസെന്റ് ചേട്ടനെയും കൃതജ്ഞതാപൂർവം ഓർക്കുകയാണ്. മിസിയോ പേട്രനും ചിക്കാഗോ രൂപതയുടെ ഇടയനും നാട്ടിലായിരുന്നപ്പോഴൊക്കെ നമ്മോടൊപ്പം ആയിരിക്കാൻ ഓഫ്ലൈനിലും ഓൺലൈനിലും ഒക്കെയായി ഓടിയെത്തുകയും ചെയ്ത അഭിവന്ദ്യ മാർ ജോയ് ആലപ്പാട്ട് പിതാവിനെ ആദരപൂർവം ഇന്നത്തെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മിസിയോയുടെ ഈ സെഷനിൽ നമുക്ക് അനുഗ്രഹ പ്രഭാഷണത്തിനായി കോഴിക്കോട് രൂപതയുടെ വികാർ ജനറലായ മോൺസിഞ്ഞോർ ഡോക്ടർ ജെൻസൺ പുത്തൻവീട്ടിൽ നമുക്കൊപ്പമുണ്ട്. അദ്ദേഹത്തെയും ഇന്നത്തെ ഈ കൂട്ടായ്മയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കോഴിക്കോട് രൂപതയുടെ വിദ്യാഭ്യാസ രംഗത്തിന്റെ ചുക്കാൻ കയ്യിലേന്തുന്ന മോൺസിഞ്ഞോർ ജെൻസൺ അച്ഛന്റെ സാന്നിധ്യം തന്നെ ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുവാനും മിഷണറിമാരാകുവാനും നമ്മളെ ചിട്ടയായ പരിശീലന കളരി തന്ന് ഒരുക്കുന്ന മിസിയോ കുടുംബത്തിന് ഒരു അനുഗ്രഹം തന്നെയാണ്. സമീപനാശീർവാദത്തിനായി ഇന്ന് നമ്മുടെ അപ്പൻ നമ്മെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് സെയിന്റ് ജോസഫ്സ് പൊന്തിഫിക്കൽ സെമിനാരി കാർമൽഗിരി റെസിഡന്റ് പ്രൊഫസറും KCBC ബൈബിൾ കമ്മീഷൻ മുൻ സെക്രട്ടറിയും ധ്യാനഗുരുവും നല്ലൊരു വാഗ്മിയും കേരള സഭയുടെ സങ്കീർത്തകൻ എന്ന് നാം സ്നേഹപൂർവ്വം വിളിക്കുകയും ചെയ്യുന്ന റവറൻ ഡോക്ടർ ജോഷി മയ്യാറ്റിൽ അച്ഛനാണ്. അച്ഛനെ നിറമനസ്സോടെ സ്വാഗതം ചെയ്യുന്നു. മിസിയോ ഗ്രൂപ്പിന്റെ ഫൗണ്ടർ ലീഡർ ആലീസ് കുട്ടി ചേച്ചിയെയും യേശു രക്ഷകൻ എന്ന ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്ന പ്രിയപ്പെട്ട പുല്ലങ്കാവുങ്കൽ ടോമിച്ചായനെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ മീറ്റിംഗിൽ പ്രൊക്ലമേഷൻ നടത്തുന്ന വൈമേലിൽ തോമസ് ചേട്ടനെയും ടെസ്റ്റിമണി നടത്തുന്ന മിഡിൽ ഈസ്റ്റിൽ നിന്നുമുള്ള ജോയ്സി ദീപുവിനെയും പ്രിയപ്പെട്ട മിസിയോ മെന്റേഴ്സ് കോർഡിനേറ്റേഴ്സ് എന്നിവരെയും പ്രിയ സഹോദരങ്ങളെ നിങ്ങളെ ഏവരെയും പ്രാർത്ഥനയോടെ ഇന്നത്തെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൊക്ലമേഷന് വേണ്ടി വൈമേലിൽ തോമസ് ചേട്ടനെ യേശു രക്ഷകൻ എന്ന വിഷയത്തിൽ നമ്മെ ആഴപ്പെടുത്തുവാനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു ജിഷ. ദൈവത്തിന്റെ സ്തുതി. ദൈവത്തിന്റെ അപരിമേയമായ സ്നേഹം അതിന്റെ പൂർണ്ണതയിൽ അനുഭവിച്ചറിയുവാനും അത് മറ്റുള്ളവരുമായി പങ്കുവെച്ച് ജീവിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കാത്തതിന്റെ കാരണം നമ്മുടെയും ലോകം മുഴുവന്റെയും പാപാവസ്ഥയാണെന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. റോമ 7:24 പൗലോസ് അപ്പോസ്തലന്റെ ഒരു കരച്ചില് നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ദുർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? ഈ ഒരു വിലാപമാണ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ആഴ്ചയിൽ ഉടനീളം എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്നത്. എന്നാൽ നമ്മെ എല്ലാവരെയും പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ കർത്താവായ ഈശോ മിശിഹ മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചത് എന്ന സന്തോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ സദ്വാർത്തയാണ് ഇന്ന് നമ്മുടെ ഉള്ളിൽ നിറയാൻ പോകുന്നത്. പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും ദൈവ സൃഷ്ടികളിൽ നിന്നും അകന്നുപോയ മനുഷ്യനെ ദൈവത്തോടും സർവ സൃഷ്ടികളോടും അനുരഞ്ജിപ്പിക്കാൻ വേണ്ടി ദൈവപുത്രനായ യേശു ക്രിസ്തു കുരിശിൽ മരിച്ച് നമ്മുടെ എല്ലാ പാപകടങ്ങളും വീട്ടി നമ്മെ രക്ഷിച്ചു കഴിഞ്ഞതാണെന്നുള്ള ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. നമുക്കറിയാം, ആദ്യ മാതാപിതാക്കളുടെ പാപം മൂലം പറുദീസ അനുഭവം
ദൈവമക്കളുടെ സ്ഥാനം നഷ്ടപ്പെടുത്തിയ മനുഷ്യന് അവിടെ ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പാപം ചെയ്ത് മനുഷ്യൻ പാപാവസ്ഥയിലേക്ക് വീഴാൻ സാഹചര്യം സൃഷ്ടിച്ച പിശാചിനോട് ദൈവം പറയുകയാണ്. ഉൽപ്പത്തി 3:15 നാം അത് വായിക്കുന്നത് ഇങ്ങനെയാണ്: നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. ഈ രക്ഷയുടെ വാഗ്ദാനം കാത്ത് ഇസ്രായേൽ ജനം തലമുറകളോളം കഴിയുകയാണ്. പല നൂറ്റാണ്ടുകളായി കാത്തിരിക്കുന്ന ആ രക്ഷകൻ ഈ ഭൂമിയിൽ വന്ന് പിറക്കുന്നത് കാലസമ്പൂർണത വന്നപ്പോഴാണ്. അതായത് ദൈവത്തിന് പിറക്കാനുള്ള മനുഷ്യന്റെ പൂർണ്ണമായ സഹകരണം ഒത്തുവന്ന സമയം പരിശുദ്ധ മറിയം ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് പൂർണ്ണമായി ആ ദൈവഹിതത്തിന് തന്നെ സമർപ്പിച്ചപ്പോൾ, ആ കാലസമ്പൂർണത വന്നപ്പോൾ മനുഷ്യപുത്രനായി ഭൂമിയിൽ രക്ഷകൻ ജന്മം എടുക്കുകയാണ്. ഈ രക്ഷകന്റെ ജനനത്തെക്കുറിച്ച് യൗസേപ്പ് പിതാവിനോട് ദൈവദൂതൻ അറിയിക്കുന്നുണ്ട്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. അതുപോലെ ആട്ടിടയർക്കും ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുന്നുണ്ട്, ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. ആ രക്ഷകനാണ് യേശുക്രിസ്തു എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ വീണ്ടും വീണ്ടും സാക്ഷ്യപ്പെടുത്തുന്നത് നാം കാണുന്നുണ്ട്. ലൂക്കാസ് സുവിശേഷത്തില് 2-ാം അധ്യായത്തിന്റെ 31 പ്രവാചകനായ ശിമയോൻ ശിശുവായ യേശുവിനെ കണ്ടപ്പോൾ പറയുന്നുണ്ട്, സകല ജനതകൾക്കും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞുവെന്ന്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 17-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അതുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ യേശുവിനെ കാണുമ്പോൾ തന്റെ ശിഷ്യന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഞാനാണ് വഴിയും സത്യവും ജീവനുമെന്ന് ഈശോ തന്നെ പറഞ്ഞുകൊണ്ട് വരാനിരിക്കുന്ന രക്ഷകൻ ഞാനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതും നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുവാനായിട്ട് സാധിക്കും. രക്ഷകനായ ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് നമ്മെല്ലാവരെയും പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാനും ആദ്യ മാതാപിതാക്കളുടെ അനുസരണക്കേട് മൂലം നമുക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവിക ജീവനും ദൈവമക്കളുടെ സ്വാതന്ത്ര്യവുമെല്ലാം തന്റെ പീഡാസഹന മരണ ഉത്ഥാന മഹത്വീകരണത്തിലൂടെ നമുക്ക് നേടിത്തരുവാൻ വേണ്ടിയാണ്. റോമ 5:19 വചനം പറയുന്നു, ഒരു മനുഷ്യന്റെ അനുസരണക്കേടിനാല് അനേകർ പാപികളായി തീർന്നതുപോലെ ഒരു മനുഷ്യന്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരായി. അതെ പ്രിയപ്പെട്ടവരെ, ആദ്യ മാതാപിതാക്കളുടെ പാപം മൂലം മനുഷ്യവർഗം മുഴുവൻ പാപത്തിന്റെ അടിമത്വത്തിലായി. നമ്മളെല്ലാവരും പാപികളായി തീർന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനം 51:5 നാം വായിക്കുന്നത്, പാപത്തോടെയാണ് ഞാൻ പിറന്നത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. അങ്ങനെ പാപത്തിന്റെ അടിമത്വത്തിൽ ആയതുവഴി ദൈവിക ജീവൻ നഷ്ടപ്പെട്ട് ദൈവമക്കളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് നമ്മളെല്ലാവരും ബന്ധനത്തിലായി, ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. ദൈവസ്നേഹം അനുഭവിക്കുവാൻ വേണ്ടി എന്നാൽ ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ പാപമില്ലാത്തവനായ മനുഷ്യപുത്രന്റെ മുറിയപ്പെടലിലൂടെ തന്റെ അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ചിന്തി ശരീരം കീറി മുറിക്കപ്പെട്ട് കാൽവരി മലയില് റോമ 5:8 പറയുന്നത് പോലെ പാപിയായ ഞാനും നിങ്ങളും മരിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് വേണ്ടി തന്നെ ബലിയർപ്പിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു. അതെ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ മരണം നീതിരഹിതർക്ക് വേണ്ടിയുള്ള നീതിമാന്റെ മരണമായിരുന്നു. പഴയ നിയമത്തില് നാം കാണുന്നുണ്ട്, ലേവ്യരുടെ പുസ്തകത്തില് 4-ാം അധ്യായത്തില് പാപപരിഹാരത്തിനായി ഊനമറ്റ കുഞ്ഞാട് ബലിയർപ്പിക്കപ്പെടുന്നത്. ഇവിടെ യേശുക്രിസ്തു ഊനമറ്റ കുഞ്ഞാടായി മാറുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് പരിഹാരമായി ഒരു തെറ്റും ചെയ്യാത്ത യേശുക്രിസ്തു ലോകം മുഴുവനും വേണ്ടി യാഗമായി തീരുകയാണ്.
1 യോഹന്നാൻ 2:2 വചനം പറയുന്നു, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക്. അതെ പ്രിയപ്പെട്ടവരെ, സകലരുടെയും പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇനി അവസാനം ജനിക്കാൻ പോകുന്ന മനുഷ്യൻ അവസാനം ചെയ്യാൻ പോകുന്ന പാപത്തിനു വേണ്ടി കൂടി അവിടുന്ന് പാപപരിഹാരം ചെയ്തു കഴിഞ്ഞു. തന്റെ പീഡാസഹന കുരിശു മരണത്തിലൂടെ പാപപരിഹാര ബലി അർപ്പിച്ചുകൊണ്ട് അവൻ നമുക്കെല്ലാവർക്കും രക്ഷ നേടിത്തന്നു എന്നുള്ളതിനാൽ, സകല പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിച്ചതിനാൽ, ഹെബ്രായർ 2:15 വചനം പറയുന്നത് പോലെ മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തന്റെ മരണത്താൽ നശിപ്പിച്ച് നമ്മെ എന്നേക്കുമായി രക്ഷിച്ചുകൊണ്ട് അവിടുന്ന് നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷകനായി. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 31 നമുക്ക് കാണുവാൻ സാധിക്കും, ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി. ഇപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും. തുടർന്ന് 14:30 നമ്മൾ കാണുന്നുണ്ട്, ഈ ലോകത്തിന്റെ അധികാരി വരുന്നു, എങ്കിലും അവന് എന്റെ മേൽ അധികാരമില്ല. നമുക്കറിയാം, മരുഭൂമിയില് ഈശോ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഈ ലോകം മുഴുവൻ കാണിച്ചുകൊണ്ട് പിശാച് പറയുന്നുണ്ട്, നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകുമെന്ന്. പാപം ചെയ്തത് വഴി പിശാചിന്റെ കാൽക്കീഴിലായ ഈ ലോകത്തിന്റെ മേലുള്ള മനുഷ്യ മക്കളുടെ അധികാരം തന്റെ കുരിശു മരണത്തിലൂടെ ഈശോ തിരിച്ചു പിടിക്കുകയാണ്. അങ്ങനെ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെട്ടു. കുരിശു മരണത്തിലൂടെ ഈശോ തന്റെ ദൗത്യം പൂർത്തിയാക്കി. യോഹന്നാൻ 19:30 വചനം പറയുന്നു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അങ്ങനെ ഞാൻ മരിക്കേണ്ടിടത്ത് എനിക്ക് വേണ്ടി ക്രിസ്തു മരിച്ചു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു മരിച്ചിടത്ത് പാപികളായ നാം ആരെങ്കിലും മരിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഈ പാപത്തിന് പരിഹാരമാകില്ലായിരുന്നു. എന്നാൽ ഈശോ ഒരു പാപവും ചെയ്യാത്തവനാണ്. ഒരു പാപവും ചെയ്യാത്ത യേശു പാപികളായ നാം ഓരോരുത്തരുടെയും പാപം ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാം മരിക്കേണ്ട സ്ഥാനത്ത് യേശു മരിച്ച് അവിടുന്ന് നമ്മുടെ രക്ഷകനായി മാറി. എന്നാൽ പിതാവായ ദൈവം ലോകം മുഴുവന്റെയും പാപത്തിന് പരിഹാരമായി മരിച്ച യേശുവിനെ ഉയർപ്പിച്ചുകൊണ്ട് മനുഷ്യകുലത്തിന് മുഴുവൻ നീതീകരണം സാധ്യമാക്കി. റോമ 14:9 വചനം പറയുന്നു, എന്തെന്നാൽ മരിച്ചവരുടെയും ജീവിക്കുന്നവരുടെയും കർത്താവായിരിക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചതും പുനർജീവിച്ചതും. അതായത്, ഇനി നിങ്ങൾ ആരും തെറ്റുകാരല്ല, ഞാൻ നിങ്ങളുടെ എല്ലാ തെറ്റുകൾക്കും പരിഹാരം ചെയ്തു കഴിഞ്ഞു, നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെട്ടു. അങ്ങനെ യേശു ക്രിസ്തു നമ്മുടെ എല്ലാവരുടെയും കർത്താവായി മാറി. മത്തായി 28:18 അവിടുന്ന് ഉദ്ധാനം ചെയ്ത് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അവൻ സകലത്തിന്റെയും ഉടമസ്ഥനായി കർത്താവായി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരും നമ്മുടെ സ്വന്തമല്ല, നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ക്രിസ്തുവിന്റെ രക്തം വിലയായി നൽകി നാം വീണ്ടെടുക്കപ്പെട്ടവരാണ്. നമ്മുടെ ഉടമസ്ഥാവകാശം അവനുള്ളതാണ്. അവൻ നമ്മുടെ കർത്താവാണ്. അവിടുന്ന് ദൗത്യം പൂർത്തിയാക്കി സ്വർഗത്തിൽ കരേറി മഹത്വീകരിക്കപ്പെട്ട് പിതാവിന്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായി. പിതാവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിക്കൊണ്ട് അവിടുന്ന് മിശിഹായായി നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ മധ്യസ്ഥനായിരിക്കുന്നു. അങ്ങനെ മനുഷ്യ അവതാരത്തിലൂടെ യേശു എന്ന പേര് സ്വീകരിച്ച് അവിടുന്ന് തന്റെ പീഡാനുഭവ കുരിശുമരണത്തിലൂടെ നമ്മുടെ രക്ഷകനായി. അവിടുത്തെ ഉദ്ധാനത്തിലൂടെ നമ്മെ നീതീകരിച്ച് നമ്മുടെ എല്ലാം കർത്താവായി. തന്റെ മഹത്വീകരണത്തിലൂടെ പിതാവിന്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിക്കൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകി അങ്ങനെ അഭിഷിക്തനായി അവൻ നമ്മുടെ മിശിഹായായി. യേശു ക്രിസ്തു നമ്മുടെ കർത്താവിശോ മിശിഹായാണ്. അപ്പോസ്തല പ്രവർത്തനം 4:12 ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു നമ്മെ ദൈവമക്കളുടെ
പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ മോചിപ്പിച്ചു കഴിഞ്ഞു. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ യാതനകൾക്കും നിരാശ, ഉത്കണ്ഠ, കോപം, അഹങ്കാരം, ജഡികാസക്തി, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, രോഗപീഠകൾ, അങ്ങനെയെല്ലാം അവൻ തന്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മെ രക്ഷിച്ചു കഴിഞ്ഞു. ഈശോയില് പ്രിയപ്പെട്ടവരെ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തില് ഈ രക്ഷയുടെ അനുഭവം ഒത്തിരിയേറെ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു ചെറിയൊരു എൻ്റെ ജീവിതത്തിൽ ഈ അടുത്ത് സംഭവിച്ച ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഞാനിപ്പോൾ ഓസ്ട്രിയയിലെ വിയന്ന എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എൻ്റെ ജീവിത പങ്കാളി പ്രിൻസിയും 5 മക്കളും ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പേ ഇവിടെ വിയന്നയിൽ താമസിക്കുകയായിരുന്നു. ഞാൻ കഴിഞ്ഞ ഡിസംബർ 31-നാണ് ഈ വിയന്നയിലേക്ക് വന്നത്. ഞാൻ നാട്ടിലായിരിക്കുമ്പോൾ ഏകദേശം ഒരു 4 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിത പങ്കാളി പ്രിൻസിക്ക് ഹെർണിയയുടെ ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വന്നു. അവളും കുഞ്ഞു മക്കളും മാത്രമാണ് ഇവിടെ ഉള്ളത്. ആ സമയത്ത് എൻ്റെ ഒരു പ്രകൃതം എന്ന് പറയുന്നത്, എനിക്ക് നിസ്സാര ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വളരെ ഉത്കണ്ഠാകുലനും ആകുലപ്പെടനും എന്ന ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു. എന്നാൽ ഈ സമയത്ത് അവള് ഹോസ്പിറ്റലായിരുന്ന സമയത്ത് മുഴുവൻ ഈശോ എൻ്റെ ഉത്കണ്ഠകളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് വളരെ ശാന്തമായി ഇരുന്നു കൊണ്ട് ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് സാധിച്ചു. കാരണം എൻ്റെ സാമീപ്യം അവിടെ ആവശ്യമായിരുന്നുവെങ്കിലും എനിക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യം, എൻ്റെ വിസ റെഡി ആയിട്ടില്ലായിരുന്നു. ഞാൻ വരുന്നത് വരെ കാത്തിരിക്കുവാൻ പറ്റാത്ത ഒരു അവസ്ഥയും ആയതുകൊണ്ട് ഓപ്പറേഷൻ പെട്ടെന്ന് ചെയ്യേണ്ടതായിട്ടും വന്നു. എൻ്റെ കുട്ടികളാണെങ്കിൽ എല്ലാവരും നാട്ടിലാണ് പഠിച്ചത്. അവരിങ്ങോട്ട് വന്നിട്ട് 1 വർഷം ആവുന്നേ ഉള്ളൂ. മൂത്ത ആള്, അതിന്റെ താഴെയുള്ളവരൊക്കെ മാസങ്ങളെ ആവുന്നുള്ളൂ. അപ്പൊ അവർക്ക് അവിടുത്തെ ഭാഷ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പൊ ഡോക്ടേഴ്സിനോടൊക്കെ ഒന്ന് സംസാരിക്കാനും വിവരങ്ങൾ അറിയുവാനും ഒക്കെയുള്ള ഒരു പരിചയക്കുറവുണ്ട്. അപ്പൊ വേറെ ആരും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരത്തില് ഞാൻ ഒത്തിരി വിഷമിക്കുന്നുണ്ട് എങ്കിലും ഒരല്പം പോലും ഉത്കണ്ഠപ്പെടാനോ ആകുലപ്പെടുവാനോ എന്നെ തമ്പുരാൻ അനുവദിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ഓപ്പറേഷൻ കഴിഞ്ഞു. എന്നാൽ ആ ഓപ്പറേഷൻ കഴിഞ്ഞു പിറ്റേ ദിവസം വീണ്ടും അവിടെ ബ്ലീഡിംഗ് ഉണ്ടായി. ഒന്നുകൂടെ ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ വലിയൊരു കോംപ്ലിക്കേഷനിലൂടെ കടന്നു പോകുവാനായിട്ട് ദൈവം അനുവദിച്ചു. അപ്പോഴും നാട്ടിലിരുന്ന് ശാന്തമായി ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ ആരും ഇവിടെ സഹായത്തിന് ഇല്ലാതിരുന്നപ്പോൾ ദൈവം മാലാഖമാരെ ഒരുക്കുമെന്ന് പറഞ്ഞതുപോലെ 1-2 വ്യക്തികളിലൂടെ അവൾക്ക് ആവശ്യമായുള്ള സഹായം ക്രമീകരിക്കുവാനായിട്ട് കർത്താവ് ഇടയാക്കി. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തില് ഇങ്ങനെയുള്ള 100 അനുഭവങ്ങളിലൂടെ നമ്മളൊക്കെ കടന്നു പോകുന്നവരാണ്. ഇവിടെ വചനം പറയുന്നു, ഗലാത്തി 5:1 സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു. ക്രിസ്തു തരുന്ന ഈ സൗജന്യമായ രക്ഷയുടെ അനുഭവത്തിലേക്ക്, ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക്, നഷ്ടപ്പെട്ടുപോയ ദൈവിക ജീവനിലേക്ക് പ്രവേശിക്കുവാൻ നമ്മൾ ഓരോരുത്തരെയും ക്രിസ്തു ക്ഷണിക്കുകയാണ്. അതിന് നിങ്ങൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ. തോമസ് ചേട്ടാ, താങ്ക് യു സോ മച്ച്. ചേട്ടന്റെ അനുഭവവുമായിട്ട് ബന്ധപ്പെടുത്തി യേശു രക്ഷകനിൽ ആഴപ്പെടുവാനായി ഞങ്ങൾക്ക് ഒരു ആമുഖം പോലെ ഈ പ്രൊക്ലമേഷൻ ചെയ്തതിന്. അടുത്തതായി നമ്മൾ വീണ്ടും ഒരു കേൾവിയിലേക്ക് പോവുകയാണ്. നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള പ്രിയപ്പെട്ട ജോയ്സി ദീപു നമുക്കൊപ്പം സാക്ഷ്യത്തിനായി ഉണ്ട്. ജോയ്സിയുടെ സാക്ഷ്യം നമുക്ക് കേൾക്കാം. ജോയ്സിയിലേക്ക്. ദൈവത്തിന് സ്തുതി. യോഹന്നാൻ 3:17 ഇപ്രകാരം പറയുന്നു, ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. ഞാൻ ജോയ്സി ദീപു, ഹസ്ബൻഡ് ദീപു ജോസഫ്. 3.5 വർഷം മുന്നേ ദൈവത്തിന്റെ തിരുസന്നിധിയിലേക്ക് തിരിച്ചുപോയി. 3 മക്കള്. അനുഗ്രഹ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു, അനിക 5-ൽ, ഏബൽ 1-ൽ പഠിക്കുന്നു. നിന്നെ കുറിച്ച് ദൈവത്തിന്റെ ഒരു പദ്ധതി ദൈവത്തിനുള്ളതാണ്.
ഈ ഒരു ദൈവവചനം എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. 2021 ഞങ്ങൾ ദുബായിലായിരുന്ന സമയത്ത് എന്റെ ഹസ്ബൻഡിനും ഞാനും മക്കളും അടക്കം ഞങ്ങൾ എല്ലാവരും കോവിഡ് പോസിറ്റീവായി. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ദീപുവിന് ശ്വാസം മുട്ടലായി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ ദീപുവിന്റെ സിറ്റുവേഷൻസ് മാറി. ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആൾക്ക് ന്യൂമോണിയ ആയി വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ട സാഹചര്യം വന്നു. 3 മാസത്തോളം ദീപു വെന്റിലേറ്ററിലാണ് ഉണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് ഞാനും മക്കളും തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് സഹായത്തിന് ആരെയും വിളിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. എല്ലായിടത്തും ഓടിയെത്താനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ഓരോ സാഹചര്യത്തിലും ഈശ്വരന്റെ കൈ പിടിച്ച് നടത്തിയിട്ടുണ്ട്. നമ്മുടെ ദൈവം നമ്മുടെ ഒപ്പമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു നിമിഷം അതായിരുന്നു സത്യം പറഞ്ഞ എനിക്ക് എന്റെ ജീവിതത്തിൽ ആ ഒരു 3.5 മാസത്തോളം ഞാൻ കടന്നുപോയത്. ഓരോ സാഹചര്യങ്ങളിലും എന്റെ ഈശോ എന്റെ ഒപ്പം ഉണ്ടെന്ന് എനിക്ക് തെളിയിച്ചു തന്നുകൊണ്ടിരുന്നു. പല രാത്രികളിലും ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വരും, നിങ്ങൾ എത്തണം എന്ന് പറഞ്ഞുകൊണ്ട്. ഫ്ലാറ്റിൽ എന്റെ മക്കളെ തനിച്ചാക്കി ഞാൻ പൂട്ടിയിട്ട് പോകുമ്പോഴൊക്കെ ഞാൻ അവരുടെ പില്ലോയുടെ അടിയിൽ ജപമാല കരുതും. ഈശോയോട് പറയും, ഞാൻ പോവാണ്, നിന്റെ മക്കളെ നീ നോക്കിക്കോണേ. അത്രയും ധൈര്യത്തില് എനിക്ക് അവരെ അവിടെ ആക്കി പോകുവാനും ഹോസ്പിറ്റലിൽ ചെന്ന് ചെയ്യേണ്ട സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ഒറ്റയ്ക്കാണ് ആ റൂമിന്റെ പുറത്തുണ്ടാവുക. അടുത്ത നിമിഷം ഡോക്ടർ എന്താണ് എന്നോട് വന്ന് പറയാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ അതൊക്കെ ധൈര്യപൂർവ്വം കേൾക്കുവാനും അതിന് ഉത്തരം കൊടുക്കുവാനും ചെയ്യേണ്ട തീരുമാനങ്ങൾ കൃത്യമായിട്ട് എടുക്കാനും ഒക്കെ ഈശോ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഒപ്പം നടക്കുന്ന ഒരു ഈശോയെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് പറയുന്നത് പോലെ എന്റെ ഒപ്പം നടക്കുന്ന, എന്നെ കൈപിടിച്ച് നടത്തുന്ന ഒരു ഈശോയെ ഞാൻ അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങളാണ് അതൊക്കെ. നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു കഥയാണ്. ഒരു മനുഷ്യനും ഈശോയും ഒപ്പം നടക്കുമ്പോൾ ആ മനുഷ്യൻ നോക്കുമ്പോൾ രണ്ടുപേരുടെയും കാൽപ്പാടുകൾ കാണുന്നുണ്ടെന്ന്. സന്തോഷത്തിന്റെ നിമിഷങ്ങളിലൊക്കെ അയാൾ നോക്കുമ്പോൾ 2 ജോഡി കാൽപ്പാടുകൾ നടന്നു പോകുമ്പോൾ കാണാനുണ്ട്. പക്ഷെ തന്റെ സഹനങ്ങളുടെ സമയം വരുമ്പോ ആ മനുഷ്യൻ നോക്കുമ്പോൾ ഒരാളുടെ കാൽപ്പാട് മാത്രമേ കാണാനുള്ളൂ. അപ്പൊ ഈശോയോട് ചോദിക്കുകയാണ്, എനിക്ക് ദുഃഖവും സങ്കടവും ഒക്കെ വന്നപ്പോൾ എന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായപ്പോ നീ എന്നെ ഇട്ടിട്ട് പോയി അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈശോ പറയുന്ന ഒരു മറുപടി ഉണ്ട്, ഞാൻ നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല, നീ കാണുന്ന കാൽപ്പാടുകൾ എന്റേതാണ്, ഞാൻ നിന്നെ തോളിലേറ്റി നടക്കുകയാണ്. ആ തോളിലേറ്റി നടക്കുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ, ഞാൻ എന്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. ഞാനല്ല നടന്നത്, ഈശോയാണ് നടന്നതെന്ന് എനിക്ക് തിരിച്ചറിയാനായിട്ട് പറ്റിയ നിമിഷങ്ങളുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിലും അതുണ്ടാകുന്നുണ്ട്. പക്ഷെ നമ്മൾ ആരും അത് മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അറിയാനായിട്ട് ശ്രമിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ വന്നുപോയ ഈശോയെ നീ എന്നെ ഉപേക്ഷിച്ചു എന്ന് ചോദിക്കാനാണ് നമ്മളെല്ലാവരും ആദ്യം തന്നെ മെനക്കെടാൻ പോവുക, അല്ലെ? ഞാൻ പ്രാർത്ഥിച്ചിട്ടും നീ എന്താ എനിക്ക് ഉത്തരം തരാത്തേ എന്ന് ചോദിക്കാനാണ് നമ്മൾ ആകുലപ്പെടാറുള്ളത്. പക്ഷെ നമ്മൾ ചോദിക്കാതെ തന്നെ നമ്മുടെ കാര്യങ്ങൾ അറിയുന്നവനായ രക്ഷകനായ ഈശോയാണ് നമുക്കുള്ളത് എന്നുള്ള സത്യം നമ്മൾ ഓരോ നിമിഷവും മറന്നു പോവുകയാണ്. എന്റെ ജീവിതത്തിൽ എന്നെ ധൈര്യപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ഞാൻ ഏറെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന വചനമാണ് പുറപ്പാട് 14:14. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തോളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ഞാൻ എന്റെ ജീവിതത്തില് കഴിഞ്ഞ കാലത്തും ഇപ്പോഴും ഇനി അങ്ങോട്ടും ഇരിക്കാൻ പോകുന്നത് അങ്ങനെയാണ്. കാരണം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് എന്റെ കർത്താവാണെന്ന ഉറച്ച ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. എന്നെ ആരും ശല്യപ്പെടുത്താൻ വരില്ല. എന്റെ സൈന്യങ്ങളുടെ സൈന്യാധിപനായിട്ട് നിൽക്കുന്നത് എന്റെ ഈശോയാണ്. പിന്നെ ഞാൻ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല, അല്ലെ? നമ്മുടെ ജീവിതത്തിലൊക്കെ എല്ലാവർക്കും ഇതൊക്കെ അനുഭവിച്ചറിയാനായിട്ട് നമ്മൾ പറ്റിയിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ മനുഷ്യന്മാരായതുകൊണ്ട് അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ഒരു സാഹചര്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ വരുമ്പോൾ നമ്മൾ പറയും, ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിക്കുന്നില്ലേ, ഞാൻ എന്നും വിശുദ്ധ കുർബാന കാണുന്നില്ലേ, ദിവ്യബലിയിൽ പങ്കുചേരുന്നില്ലേ, കുർബാന സ്വീകരിക്കുന്നില്ലേ, എല്ലാ കടമകളും ചെയ്യുന്നില്ലേ, എന്നിട്ടും നീ എന്താ എന്നോട് ഇങ്ങനെ എന്ന് ചോദിക്കാനാണ് നമ്മളെല്ലാവരും ഫസ്റ്റ് ശ്രമിക്കുക, അല്ലെ? നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടായാലും ഈശോയെ ഒരു നിമിഷമെങ്കിലും ഒന്ന് കുറ്റപ്പെടുത്താനാണ് നമ്മൾ ആദ്യം ഓടിയെത്തുക. നമുക്ക് ചെയ്തു തന്ന നന്മകളൊക്കെ നമ്മൾ ആ ഒരു നിമിഷം മറന്നു പോകാറുണ്ട് പലപ്പോഴും. അത് നമ്മുടെ മാനുഷികമായിട്ടുള്ള ചാബല്യമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം നമ്മളൊക്കെ വെറും മനുഷ്യരാണ്, അല്ലെ? പുൽക്കൊടിക്ക് തുല്യമായ മനുഷ്യര് മാത്രം നമ്മൾ. അപ്പൊ നമ്മൾ ഇതൊക്കെ മറന്നു പോകും. ഇസ്രായേൽ ജനത വരെ ഈശോ കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങളും മറന്ന് ജീവിച്ചവരാണ്. അപ്പൊ നമ്മളൊന്നും അവരുടെ മുമ്പിൽ ഒന്നുമല്ല. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന നിമിഷങ്ങളിൽ ഞാൻ തന്നെ എന്നെ ബോധ്യപ്പെടുത്തിയ ഒരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിലേക്ക് സഹനങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈശോ നമ്മളെ സ്നേഹിക്കുന്നില്ല എന്നല്ല, ഈശോയുടെ സഹനത്തിൽ പങ്കുകാരാവാൻ നമ്മളെ വിളിച്ചു എന്നുള്ളതാണ്. ആ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവുമ്പോൾ അവന്റെ കുരിശുമരണത്തിലെ സഹനത്തോട് ചേർത്ത് വെക്കാൻ നമ്മളെ സഹിക്കാനായിട്ട് ഈശോ വിളിക്കാന്ന് അത്രയും നമ്മളോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ നമ്മളെ വിളിക്കുന്നത്.
അപ്പൊ ആ ഒരു സന്ദേശമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റേണ്ടത്. അതുപോലെ തന്നെ മുൾമുടി ചുടിയ ഈശോ നമ്മളെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരുമ്പോ ആ ശിരസിലിരിക്കുന്ന മുൾമുടിയുടെ മുള്ളുകൊണ്ട് നമുക്ക് കൂറും ചോരപൊടിയും ഒക്കെ ചെയ്യും അല്ലെ. ആ ചെറിയ ചോരപ്പൊടിയിലും മുള്ളുകോറലും ഒക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു സഹനങ്ങള്. ആ ഈശോയുടെ ഒരു മുത്തം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നമ്മളെല്ലാവരും ഒത്തിരി ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു മുത്തം എനിക്ക് കിട്ടിയെന്ന് ചിന്തിക്കുമ്പോൾ തീരാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുള്ളൂ. അപ്പൊ എല്ലാവർക്കും അങ്ങനെ ചിന്തിക്കാനുള്ള അനുഗ്രഹമൊക്കെ ഈശോ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് നമ്മൾക്ക് വേണ്ടി ജീവൻ ബലി കഴിച്ച് ദൈവം തന്റെ സ്വപുത്രനെയാണ് നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് അയച്ചത്. നമ്മുടെ മക്കളെ ബലി കഴിക്കാൻ നമ്മൾ തയ്യാറാവോ? ഇപ്പോഴാണെങ്കിൽ പോലും ഇല്ലല്ലോ. പക്ഷെ ദൈവം നമുക്ക് വേണ്ടിയിട്ട് സ്വന്തം പുത്രനെ തന്നെ ബലി കഴിച്ചു. അവന്റെ രക്തം കൊണ്ട് കഴുകി നമ്മളെ വീണ്ടെടുത്തു. തോമസ് ചേട്ടൻ പറഞ്ഞ പോലെ ഇനിയുള്ള കാലങ്ങളിലും ഈ അവസാന നിമിഷം വരെയും ഇനി ജനിക്കാൻ പോകുന്ന മക്കൾ ചെയ്യുന്ന പാപത്തിനും കൂടെ ബലിയായിട്ടാണ് ഈശോ രക്തം ഒഴുക്കിയത്. അപ്പൊ നമ്മുടെയൊക്കെ പാപങ്ങൾക്കുള്ള ബലി അവിടെ ചെയ്തു കഴിഞ്ഞു. നമ്മൾ സ്വയം തെറ്റുതിരുത്തി മനസ്സിലാക്കി യേശു ഏക രക്ഷകനാണെന്ന് പൂർണ്ണ ബോധ്യത്തോടെ ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ലോകത്തോട് മുഴുവൻ യേശുവാണ് എന്റെ ഏകരക്ഷകൻ എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. ഈശോ നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു ജോയ്സി. ജോയ്സിയുടെ വാക്കുകളിൽ ഞങ്ങൾ കേൾക്കുകയായിരുന്നു. ഈശോയോട് ചേർന്ന് നിന്ന് ഈശോയുടെ മുഖത്ത് ഒരു മുത്തം കൊടുക്കുമ്പോൾ ഈശോയുടെ തലയിലെ മുൾപ്പാടുകൾ നമ്മുടെയും മുഖത്ത് പതിഞ്ഞേക്കുമല്ലോ എന്നുള്ളത്. പക്ഷെ ആ വേദനക്കിടയിലും ഞങ്ങൾ ജോയ്സിയുടെ മുഖത്ത് രക്ഷിക്കപ്പെട്ടതിന്റെ വെളിച്ചം കണ്ടായിരുന്നു. കണ്ണുകളിൽ രക്ഷയുടെ പുഞ്ചിരി കണ്ടായിരുന്നു. ഒത്തിരി സന്തോഷം ജോയ്സി ഞങ്ങളുടെ കൂടെ ആയിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ജോയ്സിയുടെ ജീവിതം ഇത്രയും നന്നായി വരച്ചു കാണിച്ചതിന്. പ്രിയമുള്ളവരെ, അടുത്തതായി വചനാഭിഷേകത്തിന്റെ നിമിഷങ്ങളാണ്. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. നാം കേട്ട പ്രഘോഷണവും നാം കേട്ട സാക്ഷ്യവും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഇതിന്റെ വെളിച്ചത്തില് സ്ലൈഡ് പ്രസന്റേഷനിൽ, അടുത്തതായി നടക്കുന്ന സ്ലൈഡ് പ്രസന്റേഷനിൽ നമുക്ക് കേൾക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി ഉൾക്കൊള്ളുവാനായി വചനത്തിന്റെ വെളിച്ചത്തിലായിരുന്നുകൊണ്ട് സ്ലൈഡ് പ്രസന്റേഷൻ കേൾക്കുവാനായി ലാലി ചേച്ചി നമ്മളെ സഹായിക്കും. ലാലി ചേച്ചിയെ സ്നേഹപൂർവ്വം ബൈബിൾ വായനയ്ക്കും അതിനുശേഷമുള്ള ചെറു പ്രാർത്ഥനയ്ക്കുമായി ക്ഷണിക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 5 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു. നീതിമാന്മാർക്ക് വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. ഒരുപക്ഷെ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ വല്ലവരും തുനിഞ്ഞെന്ന് വരാം. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തന്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. ആകയാൽ ഇപ്പോൾ അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ. നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രന്റെ മരണത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടതിനു ശേഷം അവന്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടുമെന്നതും തീർച്ച. മാത്രമല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നാം ദൈവത്തിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു. അവൻ വഴിയാണല്ലോ നാം ഇപ്പോൾ അനുരഞ്ജനം സാധിച്ചിരിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. വിവിധ ഭൂഖണ്ഡങ്ങളായിരിക്കുന്ന ഞങ്ങളെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ചുകൂടുവാൻ അങ്ങ് അനുവദിച്ച ഈ നിമിഷത്തെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, മിസ്സിയോ കൂട്ടായ്മയും അതിലെ ഓരോ അംഗങ്ങളെയും അങ്ങേ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. മിസ്സിയോയുടെ രക്ഷാധികാരിയായ ജോയി ആലപ്പാട്ട് പിതാവിനെയും അനിമേറ്റർ അഗസ്റ്റിൻ മുണ്ടിയ സച്ചിനെയും അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. മെസ്സിയോടെ എല്ലാമായ പ്രൊഫസർ ആലിസുകുട്ടി ചേച്ചിയെയും ടോമിച്ചായനെയും മറ്റെല്ലാ റിസോഴ്സ് ടീം അംഗങ്ങളെയും കോർഡിനേറ്റേഴ്സ്, മെന്റേഴ്സ്, ടെക്നിക്കൽ ടീം എല്ലാവരെയും സമർപ്പിക്കുന്നു. അവിടുത്തെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. കൂടുതൽ കരുത്തോടെ പ്രവർത്തിക്കുന്നതിനുള്ള കൃപയും അനുഗ്രഹവും അവർക്ക് നൽകുമാറാകണമേ. ഈശോനാഥ, ഇനി കൂട്ടായ്മയിൽ വിവിധ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ഈ മീറ്റിംഗ് മനോഹരമാക്കാൻ അങ്ങ് തെരഞ്ഞെടുത്ത എല്ലാവരെയും അനുഗ്രഹിക്കണമേ.
യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ഒരു പുതു സൃഷ്ടിയായി ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. അമ്മേ മാതാവേ, അമ്മയുടെ മാധ്യസ്ഥങ്ങളിൽ യാചിക്കുന്നു. അമ്മയുടെ നീല അങ്കിക്കുള്ളിൽ ഈ മെസ്സിയ കുടുംബത്തെ പൊതിഞ്ഞ് സംരക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ലാൽ ചേച്ചി ചക്കര ഉമ്മ കേട്ടോ, പ്രാർത്ഥിച്ചതിന് നന്ദി. ബൈബിൾ വായിച്ചതിന് അതിലും നന്ദി പറയുന്നു. അടുത്തതായി യേശു രക്ഷകൻ എന്ന നിത്യസത്യത്തിന്റെ വിശദമായ അവതരണത്തിനായി നമ്മുടെ പ്രിയപ്പെട്ട ടോമിച്ചായനെ സ്നേഹാതുരങ്ങളോടെ ക്ഷണിക്കുന്നു. ടോമിച്ചായനിലേക്ക്. കർത്താവ് ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പാപാന്ധകാരത്തിൽ നിബന്ധിച്ച മനുഷ്യകുലത്തെ കുറിച്ച് പിതാവായ ദൈവം വിലപിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. നോഹയുടെ പെട്ടകത്തിലേറിയുള്ള ഒരു രക്ഷാ പദ്ധതി രൂപപ്പെട്ടത് അങ്ങനെയാണല്ലോ. പിതാവിന്റെ ഹൃദയം മനുഷ്യകുലത്തിന് വേണ്ടി എന്നും നുറുങ്ങിയിട്ടേ ഉള്ളൂ. മനുഷ്യകുലം മുഴുവനും പാപാന്ധകാരത്തിൽ വീണുപോയപ്പോൾ ആ പാപത്തിൽ വീണ മനുഷ്യകുലത്തെ ഓർത്ത് വിലപിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണുക. അവിടുത്തെ ആ സ്നേഹം നമുക്കൊന്ന് വെളിപ്പെടുത്തി തരാനും നമ്മുടെ ഹൃദയങ്ങളെല്ലാം ഒന്ന് തിരിച്ചു പിടിക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യാനും വേണ്ടി അവിടുന്ന് തൻ്റെ ഏകജാതനെ അയച്ചു. നമ്മെ എല്ലാവരെയും അവിടുത്തെ പക്കലേക്ക്, അവിടുത്തെ ഭവനത്തിലേക്ക് ആനയിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് തീവ്രമായി ആഗ്രഹിക്കുന്നതും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതും. മനുഷ്യകുലം മുഴുവനും പാപാന്ധകാരത്തിലായപ്പോൾ അവരെ വീണ്ടെടുക്കാൻ എന്തു ചെയ്യണം എന്ന് കരുതി ഹൃദയം നുറുങ്ങുന്ന ഒരു പിതാവിനെ നമ്മൾ കാണുക. അതുകൊണ്ടാണ് അവിടുന്ന് തൻ്റെ ഏകജാതനെ ഭൂമിയിലേക്ക് വിടാൻ തയ്യാറാകുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ മടക്കി കൊണ്ടുപോകുവാൻ, ദൈവത്തെങ്കിലേക്ക് മടക്കി കൊണ്ടുപോകാൻ വേണ്ടി പിതാവായ ദൈവം തൻ്റെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് അയക്കാൻ തക്കവണ്ണം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് വചനം പറയുമ്പോൾ നമുക്ക് തിരിച്ചറിയേണ്ടത് ഇതാണ്: യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം നമ്മെ വീണ്ടെടുക്കുവാനുള്ള, അല്ലെങ്കിൽ യേശു ക്രിസ്തുവാകുന്ന അന്ന് നോഹയുടെ പെട്ടകത്തിലൂടെ ജലപ്രളയത്തിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെട്ടെങ്കിൽ ഇന്ന് യേശു ക്രിസ്തുവാകുന്ന പെട്ടകത്തിലൂടെ ഇന്ന് ഈ പാപാന്ധകാരത്തിന്റെ പ്രളയത്തിൽ നിന്ന് മനുഷ്യകുലം മുഴുവനും രക്ഷിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഇവിടെ കാണുകയാണ്. പിതാവിന് നഷ്ടപ്പെട്ട മക്കൾ അവിടുത്തെ ആശ്ലേഷത്തിനായി പിതാവിന്റെ ഭവനത്തിലേക്ക് വരുന്നതാണ് സ്വർഗത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം. അതിനുവേണ്ടിയുള്ള ദിവസമാണ്, അതിനുവേണ്ടിയുള്ള ഒരു സദ്വാർത്തയാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. അതാണ് സ്ക്രീനിൽ നമ്മൾ കാണുന്ന ഈ വചനം. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷയുടെ ദിവസമാണ് ഇതെന്ന് നമ്മൾ തിരിച്ചറിയുക. കഴിഞ്ഞ ആഴ്ചയിൽ പാപാന്ധകാരത്തെ കുറിച്ച് വിലപിക്കുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നുവെങ്കിൽ, അയ്യോ ഞാൻ ദുർഭകനായ മനുഷ്യൻ, ആര് ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് ആരെന്നെ മോചിപ്പിക്കുമെന്ന് കരഞ്ഞു വിലപിക്കുന്ന ഒരു അവസ്ഥയായിരുന്നുവെങ്കിൽ, ഇന്ന് നമ്മളൊരു സദ്വാർത്ത ശ്രവിക്കുകയാണ്. നമുക്കറിയാം, പർദീസായിൽ വെച്ച് തന്നെ ഒരു രക്ഷക വാഗ്ദാനം നമ്മൾ കാണുന്നുണ്ട്. അതാണ് ഉൽപ്പത്തി 3:13-15 കാണുന്നത്. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കുമെന്ന് സർപ്പത്തോട് ദൈവം അരുളി ചെയ്തുകൊണ്ട് അവിടെ വെച്ച് തന്നെ രക്ഷക വാഗ്ദാനത്തിന്റെ ഒരു ലാഞ്ചന നമുക്ക് തരികയാണ്. അവിടുന്നാണ് മുമ്പോട്ട് നമ്മൾ കാണുന്നത്. വളരെ അധികം കാത്തിരിപ്പിന് ശേഷം, മനുഷ്യകുലത്തിന്റെ വലിയൊരു കാത്തിരിപ്പിന് ശേഷം അതിന് വിരാമം ഇട്ടുകൊണ്ടാണ് സ്വർഗത്തിൽ നിന്നൊരു പ്രഖ്യാപനം ഉണ്ടായത്. അതാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിന്റെ 10-11 വചനങ്ങളിൽ നമ്മൾ കാണുന്നത്. ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു.
ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു എന്നുള്ള മഹത്തായ ഒരു വാർത്തയാണ് മാലാഖമാരിലൂടെ പിതാവായ ദൈവം ഭൂമിക്ക് നൽകുന്ന ഒരു വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത. അതാണ് നമ്മൾക്ക് കേൾക്കാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം മറിയം ഗർഭിണിയായി കണ്ടപ്പോൾ മറിയത്തെ ഉപേക്ഷിക്കാൻ വേണ്ടി തയ്യാറായിരുന്ന ജോസഫിന്റെ അടുക്കൽ സ്വപ്നത്തിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറയുകയാണ്, മറിയം ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം. യേശു എന്ന നാമധേയത്തിന്റെ അർത്ഥം ഒരുപക്ഷെ യൗസേപ്പിന് നന്നായി അറിയാമായിരിക്കണം. അതുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു ശബ്ദം പറഞ്ഞുകൊണ്ട് ജോസഫിനെ സ്വപ്നത്തിൽ നിന്ന് ഉണർത്തിയത്. യേശു എന്ന് പേരിടണം. യേശു എന്ന നാമധേയത്തിന്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു എന്നാണ്. രക്ഷയെ കാത്തിരിക്കുന്ന ഒരു ഇസ്രായേൽ ജനത്തിന്റെ റെപ്രസെന്റേറ്റീവായിട്ട് ജീവിക്കുന്ന യൗസേപ്പിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ, ദൈവം രക്ഷിക്കുന്നു എന്ന് പേരിടേണ്ടതായ ഒരു പുത്രനാണ് താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയിൽ നിന്ന് ജനിക്കാൻ പോകുന്നതെന്ന് അവന് തിരിച്ചറിഞ്ഞപ്പോൾ അതിന്റെ കൂടെ ഇങ്ങനെയും പറയുന്നു, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും എന്ന് പറയുമ്പോൾ അത് ഹൃദയത്തിൽ സ്വീകരിക്കുന്ന യൗസേപ്പിനെയാണ് നമ്മൾ അവിടെ കാണുന്നത്. പ്രിയമുള്ളവരെ, ഗലാത്യ ലേഖനം 4:4 വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, കാലസമ്പൂർണത വന്നപ്പോൾ കുറെ കാലം കാത്തിരിക്കേണ്ടി വന്നു. കാലസമ്പൂർണത വരാൻ വേണ്ടി കുറെ കാലം കാത്തിരിക്കേണ്ടി വന്നു. കാരണം ദൈവത്തിന് ഈ ഭൂമിയിൽ രക്ഷ കൊണ്ടുവരണമെങ്കിൽ ദൈവ മനുഷ്യ പങ്കാളിത്തത്തിലേക്ക് മനുഷ്യൻ വീണ്ടും വരണം. ദൈവ മനുഷ്യ പങ്കാളിത്തത്തിൽ നിന്ന് പറുദീസായിൽ നിന്ന് വേർപെട്ടു പോയ മനുഷ്യൻ പിന്നീട് ഒരിക്കലും ആ പങ്കാളിത്തത്തിലേക്ക് മടങ്ങിയെത്തിയില്ല. ഒരു പൂർണ്ണ പങ്കാളിത്തം ലഭിക്കാൻ വേണ്ടി ദൈവം കാത്തിരുന്ന കാലഘട്ടമായത്. അതാണ് ഇവിടെ പറയുന്നത്. കാലസമ്പൂർണത വന്നപ്പോ ഒരു കുഞ്ഞു മേരിയാണ് ദൈവത്തിന് ഈ സമ്മതം ഒന്ന് കൊടുത്തത്. അങ്ങനെയാണ് ദൈവം തന്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു. അങ്ങനെ നമ്മളെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി. പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് ഇവിടെ വചനം പറയുക, പുത്രന്മാരെക്കാട്ടിൽ, സ്വന്തം പുത്രന്മാരെക്കാട്ടിൽ ശ്രേഷ്ഠരാണ് ദത്തുപുത്രരെന്ന് ഇവിടെ പറഞ്ഞു വെക്കുക. നമുക്കറിയാം, സ്വന്തം പുത്രന്മാർക്ക് ഒരു വീതമൊക്കെ കൊടുക്കണമെങ്കിൽ നമ്മുടെ ആയുഷ്കാലമൊക്കെ കഴിയുമ്പോഴേക്ക് വീതം ലഭിക്കത്തക്ക വിധത്തിലാണ് നമ്മൾ വിൽപത്രമൊക്കെ എഴുതി വെക്കുക. എന്നാൽ ദത്തുപുത്രന്മാരെ ദത്തെടുക്കണമെങ്കിൽ സർവ്വതും നൽകി വേണം ദത്തെടുക്കാനുള്ളത് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പം ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നുവെങ്കിൽ അതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മളെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ നൽകേണ്ടത് മുഴുവനും നൽകിയാണ് ദൈവം നമ്മളെ സ്വന്തമാക്കിയിരിക്കുന്നതെന്ന് ഇവിടെ ഒരു വ്യംഗ്യാർത്ഥം കൂടി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, തോമസ് പറഞ്ഞപ്പോൾ പറയുകയുണ്ടായി, നമുക്കറിയാം ദേവാലയത്തിലേക്ക് ഓടിയെത്തിയ അല്ലെങ്കിൽ ദേവാലയത്തിൽ ഉണ്ടായിരുന്ന ശെമയോനും അന്നായും അവര് രക്ഷ പ്രതീക്ഷിച്ചിരുന്നവരാണ്, രക്ഷയ്ക്ക് വേണ്ടി കാത്തിരുന്നവരാണ്. അങ്ങനെ രക്ഷയെ പ്രതീക്ഷിച്ചിരുന്നവരായ അവർ യേശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, കർത്താവെ അവിടുത്തെ വാഗ്ദാനം അനുസരിച്ചിപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്ന് ശെമയോൻ പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെയാണ് അന്നായും അതേപോലെ തന്നെ പറയുന്നത് നമുക്ക് കാണാം. എന്തെന്നാൽ സകല ജനത്തിനു വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ശെമയോനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം. കാരണം സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിന്റെ ആ ഒരു സദ്വാർത്ത, അത് തന്നെയല്ല, ആ രക്ഷ സ്വന്തം കരങ്ങളിൽ ഒന്ന് കാണാൻ കഴിഞ്ഞപ്പോ ആ സന്തോഷം കൊണ്ടാ പറയുന്നത്, കർത്താവെ അവിടുത്തെ വാഗ്ദാനം അനുസരിച്ചപ്പോ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമെന്ന്. അപ്പൊ ദൈവത്തിൽ നിന്ന് അങ്ങനെ ഒരു വാഗ്ദാനം ശിമിയോന് ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നതാണ് വ്യക്തം. അങ്ങനെ ലഭിച്ചതായിട്ടുള്ള ആ വാഗ്ദാനത്തിന്റെ ആ ബാക്കി പത്രമാണ് തന്റെ കരങ്ങളിൽ ഉള്ളതെന്ന് ശിമിയോൻ മനസ്സിലാക്കുന്നു. ഇത് നോക്കിയേ, ഈശോ പല പ്രാവശ്യം സിനഗോഗുകളിൽ പോയി അവിടെയൊക്കെ വചനം വായിച്ചിട്ടുണ്ടാവണം. പക്ഷേ ഈ ഒരു പ്രത്യേക ദിനത്തിൽ ഈ ലൂക്കായുടെ സുവിശേഷത്തിൽ 4:18 കാണുന്ന ഒരു ഭാഗമുണ്ട്. അതുപോലെ തന്നെ യേശയ്യാപ്രവാചകന്റെ പുസ്തകമാണ് ഈശോയ്ക്ക് വായിക്കാനായിട്ട് നൽകപ്പെട്ടത്. അതിന്റെ 61-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കാൻ നൽകപ്പെട്ടുവെങ്കിൽ ഈശോ അത് വായിച്ച് തീർത്തിട്ട് ഈ പ്രവചനം മുഴുവൻ തനിക്കുള്ളതാണെന്നും താനാണ് ഈ പ്രവചനത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന ആളെന്നും സ്വയം അങ്ങോട്ട് ഏറ്റെടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ
ഈശോ അത് ഏറ്റെടുക്കുക, തന്നെ കുറിച്ചുള്ള പ്രവാചക സാക്ഷ്യം ഈശോ ഏറ്റെടുക്കുന്നത് നമ്മൾ കാണുക. കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ടെന്ന് ഇതിനു മുമ്പ് പല പ്രാവശ്യം ഈ വചനം വായിച്ചിട്ടുള്ള ഈശോ അന്ന് വായിച്ചപ്പോൾ ഒരു പ്രത്യേക ആധികാരികത അവന്റെ സ്വരത്തിൽ ജനങ്ങൾക്ക് മനസ്സിലായി കാണും. അതുകൊണ്ടാണ് ചുറ്റുമിരുന്നവരെല്ലാം അമ്പരന്നതുമൊക്കെ. അവൻ പറയുന്നു, കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പിന്നെ അങ്ങോട്ട് അന്ധർക്ക് കാഴ്ച, എന്താണ്, അങ്ങനെ മുമ്പോട്ട് വായിച്ചു പോകുമ്പോ ഇനി അതിനകത്ത് യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നതിൽ ഒരു കാര്യം മാത്രം ഈശോ ഒഴിവാക്കുന്നുണ്ട്. അതായത് ഈ ശത്രുതയുടെ, അതായത് ദൈവത്തിന്റെ ആ ദേഷ്യത്തെ കുറിച്ച്, അല്ലെങ്കിൽ ദൈവം മറുപടി ചോദിക്കുമെന്നൊരു ഭാഗമുണ്ട്. അത് യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ ആ വചനം ഈശോ മാറ്റിക്കളയുന്നുണ്ട്. അത് മാത്രം വിട്ടിട്ടാണ് ഈശോ ഇവിടെ പറയുന്നത്. അങ്ങനെ ഈ ലൂക്കായുടെ സുവിശേഷത്തിലെ ഈ വചനങ്ങള് നമുക്ക് കൃത്യമായി പറഞ്ഞു തരുന്ന ഇതാണ്. എന്നിട്ട് 21-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ഈശോ ഇരുന്നു എന്ന്. അധികാരപൂർവ്വം ആധികാരികതയോടുകൂടി വായിച്ചതിന് ശേഷം ഈശോ അവിടെ ഇരിക്കുകയാണ്. ഇരുന്നിട്ട് പറയുകയാണ്, ഇന്ന് നിങ്ങൾ കേട്ടിരിക്കെ ഞാൻ ഈ വായിച്ച വചനങ്ങൾ നിവൃത്തിയായിരിക്കുന്നു എന്ന്. അപ്പൊ അങ്ങനെ ആധികാരികമായിട്ട് തന്നെ കുറിച്ചുള്ള പ്രവാചക സാക്ഷ്യം യേശു സ്വയമേ ഏറ്റെടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതുപോലെ നമുക്കറിയാം, ലോകത്തിൽ ഇന്നുവരെയും നമ്മൾ കണ്ടിട്ടുള്ളവരും അതുപോലെ ഈ ലോകത്തിൽ ജനിച്ചവരുമായ ഒരു ആത്മീയ നേതാവും പറഞ്ഞിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവോ ആത്മീയ നേതാക്കളോ ആരും പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമാണ് ഈശോ പറയുന്നത്. താൻ തന്നെയാണ് രക്ഷകനെന്ന് ഈശോ നന്നായിട്ട് അങ്ങോട്ട് സാക്ഷ്യം പറയുക. ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും എന്ന് ഈശോ വചനത്തിലൂടെ പറഞ്ഞു തരിക. പ്രിയമുള്ളവരെ, അതായത് ഒരു ഇംഗ്ലീഷിൽ ഒരു ചൊല്ല് എവിടെ വായിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. The door to heaven is made with the frame of love. അത് ആ ഫ്രെയിം ഓഫ് ലവ് എന്ന് പറയുന്നത് യേശു ക്രിസ്തു തന്നെയാ. അവൻ പറയുന്നു, ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കുമെന്ന് ഈശോ അവിടെ പറഞ്ഞു വെക്കുക. അപ്പം അത് സ്വന്തമായി ഏറ്റെടുക്കുകയാ യേശു ക്രിസ്തു. ഇനി പ്രിയമുള്ളവരെ, നമ്മൾ മുമ്പോട്ട് കാണുന്നത് യേശു ക്രിസ്തുവിലൂടെ സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് മാറ്റപ്പെടുന്നതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. യേശുവിലൂടെ ദൈവം സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ഒരു അനുരഞ്ജനം എന്ന് പറഞ്ഞാല് ദൈവവുമായിട്ടുള്ള ബന്ധത്തില് ഒരു മാറ്റം സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് പറുദീസായിൽ നിന്ന് നഷ്ടപ്പെട്ട ആ ഒരു ബന്ധം ഇവിടെ പുനഃസ്ഥാപിക്കുന്നത് യേശുക്രിസ്തുവിലൂടെയാണ്. അതാണ് നമ്മൾ കൊളോസി ലേഖനത്തില് 1-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു എന്ന്. പ്രിയമുള്ളവരെ, ഇവിടെ ഞാൻ അത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാ വസ്തുക്കളെയും എന്ന്. സ്വർഗത്തിലും ഭൂമിയിലുള്ള സകലത്തെയും യേശുക്രിസ്തുവിലൂടെ ദൈവം തന്നോട് അനുരഞ്ജിപ്പിച്ചിട്ടുണ്ട് എന്ന് വചനം ഇവിടെ പറയുക. അപ്പോ നമ്മള് ഈ ലോകത്തിലുള്ള ഒന്നിനെയും നമ്മൾ ഭയപ്പെടേണ്ട, യേശുക്രിസ്തുവിലൂടെ ഇത് മുഴുവനും അനുരഞ്ജിപ്പിക്കപ്പെട്ടതാണെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ വളരേണ്ടതുണ്ട്. ഇനി എഫേസ്യ ലേഖനത്തില് 2-ാം അധ്യായത്തിന്റെ 12 മുതൽ 15 വരെയുള്ള വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ആ സമയത്ത് നിങ്ങൾ ക്രിസ്തുവില്ലാതെ ഇസ്രായേലിന്റെ പൗരത്വത്തിന് അന്യരായവരും വാഗ്ദാനത്തിന്റെ ഉടമ്പടികൾക്ക് അപരിചിതരും പ്രത്യാശാരഹിതരും ലോകത്തിൽ നിരീശ്വരരുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അന്ന് വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ക്രിസ്തുവിന്റെ രക്തത്തിൽ സമീപസ്ഥരായിരിക്കുന്നു. എന്തെന്നാൽ അവനാണ് നമ്മുടെ സമാധാനം. അവൻ തന്റെ ശരീരത്തിൽ ഇരുകൂട്ടരെയും ഒന്നാക്കുകയും ശത്രുതയാകുന്ന വിഭജനം അതിൽ തകർക്കുകയും ചെയ്തു എന്ന് വചനം ഇവിടെ പറയുക. പ്രിയമുള്ളവരെ, ഇരുകൂട്ടരെയും എന്ന് പറഞ്ഞാൽ സജാതീയരും വിജാതീയരുമായ എല്ലാ മനുഷ്യരെയും തന്നിലൂടെ സ്വർഗവുമായിട്ട് അനുരഞ്ജിപ്പിക്കുന്ന യേശുക്രിസ്തുവിനെയാണ് നമ്മളിവിടെ കാണുന്നത്. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നാം എല്ലാവരും ദൈവത്തോട് സമീപസ്ഥരായിരിക്കുന്നു എന്നാണ് വചനം ഇവിടെ പറയുക. പ്രിയമുള്ളവരെ, ഇവിടെ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ജെറുസലേം ദേവാലയത്തിന്റെ അകത്ത് കിടക്കുന്ന വിജാതീയരായ മനുഷ്യരൊക്കെ മരണശിക്ഷാർഹരാണ് എന്ന് മുന്നറിയിപ്പ് വെച്ചിരുന്ന ഒരു വിഭജന മതിലുണ്ടായിരുന്നു. ആ വിഭജന മതിലിനെ കുറിച്ചാണ് പൗലോസ് അവിടെ പറയുന്നത്. അത് യേശുക്രിസ്തു അങ്ങ് തകർത്ത് കളഞ്ഞു. അങ്ങനെ ആ വിഭജന മതിൽ ഇനി ഇല്ല. ഇനി അങ്ങനെ ഒരു വിഭജനത്തിന്റെ ആവശ്യമില്ല എന്ന് അവിടെ കാണിച്ചു തരിക. ഇനി മുമ്പോട്ട് അതിന്റെ അടുത്ത വചനം വായിക്കുമ്പോൾ, ചട്ടങ്ങളുടെ കൽപ്പന അടങ്ങുന്ന നിയമം യേശു ഇല്ലാതാക്കി.
തന്നിൽ ഇരുകൂട്ടരെയും പുതിയ മനുഷ്യരാക്കി രൂപം കൊടുത്ത് അവൻ സമാധാനം സ്ഥാപിച്ചു. ഇരുകൂട്ടരെയും പുതിയ മനുഷ്യരാക്കി സമാധാനം സ്ഥാപിച്ചു എന്ന് പറയുന്നു. ഇനി കുരിശു വഴി തന്നിൽ ശത്രുത നിഗ്രഹിച്ച് ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കുന്നതിന് വേണ്ടിയാണിത്. ഇനി അകന്നു നിൽക്കേണ്ട ഒരു ജനമേ ഇല്ല. എല്ലാവരും ഒന്നിച്ച് യേശുക്രിസ്തുവിലൂടെ ദൈവത്തോട് അനുരഞ്ജനപ്പെടേണ്ടവരാണ്. അകന്നു നിൽക്കുന്ന ഒരു വിഷയമേ ഇല്ല എന്നിവിടെ പറയുക. അവൻ വന്ന് വിദൂരസ്ഥരായ നിങ്ങളോട് സമാധാനം പ്രസംഗിച്ചു, സമീപസ്ഥരോട് സമാധാനം പ്രസംഗിച്ചു. കാരണം അവനിലൂടെ നമ്മൾ ഇരുകൂട്ടർക്കും ഒരേ ആത്മാവിൽ പിതാവിലേക്ക് പ്രവേശനമുണ്ട്. എല്ലാവർക്കും, സർവ്വജനത്തിനും വേണ്ടിയുള്ളതാണ് യേശുക്രിസ്തുവിന്റെ ജനനവും മരണവും ഉത്ഥാനവും എല്ലാം എന്ന് കൃത്യമായി ഇവിടെ പറഞ്ഞു വെക്കുക. ഹെബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോ 10-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഇപ്രകാരമാണ്: തന്റെ ശരീരമാകുന്ന തിരശീലയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു എന്ന് പറയുക. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിലൂടെ, ക്രിസ്തുവിന്റെ കുരിശുമരണത്തിലൂടെ ഒരു മനുഷ്യകുലത്തിന്റെ പാപപരിഹാരം ദൈവം സാധ്യമാക്കിയിരിക്കുക. യേശുക്രിസ്തുവിന്റെ മരണത്തിലൂടെ പ്രിയമുള്ളവരെ, പാപപരിഹാരത്തിനായിട്ട്, പാപപരിഹാര ബലിക്ക് വേണ്ടി നമുക്കറിയാം ഊനമറ്റ കുഞ്ഞാട് ബലിയർപ്പിക്കപ്പെടണം എന്നുള്ളത് ലേവ്യരുടെ പുസ്തകത്തില് 4, 5, 6, 7 അധ്യായങ്ങളിലെല്ലാം പരിഹാര ബലിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്ന ഭാഗമാണ്. അതില് ലേവ്യരുടെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം ഇവിടെ കാണുന്നു: കർത്താവിനായി കുറിവീണ ആടിനെ കൊണ്ടുവന്ന് പാപപരിഹാര ബലിയായി അർപ്പിക്കണം. ഈ വചനത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ആരാണ് കുറിവീണ ആടെന്ന്. ആരാണ് കുറിവീണ ആടെന്ന് ഇവിടെ കൃത്യമായി പറഞ്ഞു വെക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കാണുന്നത്, ഞാനൊരു വചനം എടുക്കുക. അത് നിയമാവർത്തന പുസ്തകത്തില് ലേവ്യരുടെ പുസ്തകത്തില് നമുക്കറിയാം. ആ ഭാഗം ഞാനൊന്ന് വായിക്കുകയാണേ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് 16-ാം അധ്യായത്തിന്റെ 20 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. നമുക്കത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ശ്രീകോവിലിനും സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും വേണ്ടി പാപപരിഹാരം ചെയ്തതിനു ശേഷം ജീവനുള്ള കോലാടിനെ കൊണ്ടുവരണം. ബാക്കി ഭാഗം ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ തലയിൽ കൈകൾ വെച്ച് അഹ്റോൻ ഇസ്രായേൽ ജനങ്ങളുടെ എല്ലാ അകൃത്യങ്ങളും അക്രമങ്ങളും പാപങ്ങളും ഏറ്റുപറയണം. അവയെല്ലാം അതിന്റെ ശിരസിൽ ചുമത്തി ഒരുങ്ങി നിൽക്കുന്ന ഒരാളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് വിടണം എന്നാണ് ഇവിടെ വചനം എഴുതി വെച്ചിരിക്കുന്നത്. അതിന് 21-ാമത്തെ വാക്യം അവസാനിക്കുന്നത് അങ്ങനെയാ: അഹ്റോൻ അന്ന് ഇസ്രായേൽ ജനത്തിന്റെ മഹാപുരോഹിതനായിരുന്നുവെങ്കിൽ അന്ന് അഹ്റോൻ ഈ ഒരു കുഞ്ഞാടിനെ കൊണ്ടുവന്ന് ഇങ്ങനെ ചെയ്യുകയാണ്. എന്നിട്ട് ഈ 22-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെ: കോലാട് അവരുടെ കുറ്റങ്ങൾ വഹിച്ചുകൊണ്ട് വിജനപ്രദേശത്തേക്ക് പോകട്ടെ. ആടിനെ നയിക്കുന്നയാൾ അതിനെ മരുഭൂമിയിൽ ഉപേക്ഷിക്കണം. ഇത് ഇസ്രായേൽ ജനങ്ങളുടെ എല്ലാ അകൃത്യങ്ങളും അക്രമങ്ങളും പാപങ്ങളും മുഴുവനും ഈ കോലാടിന്റെ തലയിൽ വെച്ച് കെട്ടി അതിനെ മരുഭൂമിയിലേക്ക് വിടുന്നതാണ് നമ്മൾ കാണുന്നത്. അന്നത്തെ മഹാപുരോഹിതനായ അഹ്റോൻ ഇങ്ങനെ ഈ കോലാടിന്റെ മേൽ ഈ ഇസ്രായേലിന്റെ അതിക്രമങ്ങളെല്ലാം വെക്കുന്നുവെങ്കിൽ യേശുക്രിസ്തുവിന്റെ കാലത്തുള്ള മഹാപുരോഹിതനായ കയ്യഫാസ് പറയുന്നത് എന്താണെന്ന് നോക്കിയേ: ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ല എന്ന് പറഞ്ഞാൽ, അവിടെ ഇസ്രായേൽ ജനങ്ങളുടെ എല്ലാ അകൃത്യങ്ങളും അക്രമങ്ങളുമാണ് ഈ കോലാടിന്റെ മേൽ ചുമത്തപ്പെട്ടതെങ്കിൽ ഇവിടെ യേശുക്രിസ്തുവിന്റെ മേൽ ജനം മുഴുവന്റെയും പാപങ്ങളും അപരാധങ്ങളും മുഴുവൻ കെട്ടിവെക്കപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് സ്നാപയോഹന്നാൻ യേശുവിനെ പരിചയപ്പെടുത്തുന്നത് ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞുകൊണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് കാണാൻ സാധിക്കും പാപപരിഹാരത്തിനായിട്ട് ഊനമറ്റ കുഞ്ഞാട് ബലിയർപ്പിക്കപ്പെടണമെന്നാണ് നിയമത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. നിഷ്കളങ്കനായ മനുഷ്യപുത്രന്റെ മുറിയപ്പെടൽ. തോമസ് പറഞ്ഞപ്പോൾ പ്രഘോഷണത്തിൽ പറഞ്ഞിരുന്നു, നമ്മൾ ആരെങ്കിലും മരിച്ചാൽ പോരാ, പാപമുള്ളവൻ മരിച്ചാൽ പോരാ, പാപലേശമേൽക്കാത്തവൻ മരിക്കണം. അങ്ങനെയുള്ളവൻ മരിക്കുമ്പോഴാണ് നമുക്ക് പാപപരിഹാരം ലഭിക്കുക. അതുകൊണ്ടാ 1 കൊറിന്ത്യർ 7:23 പറയും, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാ. നമ്മൾ ആരും നിഗളിച്ച് നടക്കേണ്ടവരല്ല, നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടിയിട്ട് പിതാവായ ദൈവത്തിന്റെ ഹൃദയം നുറുങ്ങിക്കിടക്കുകയാ. കാരണം അങ്ങനെ നുറുങ്ങപ്പെട്ട ഹൃദയം
ഈ നഷ്ടപ്പെട്ട മനുഷ്യഹൃദയങ്ങളെ വീണ്ടെടുക്കാൻ വേണ്ടി ദൈവം തന്റെ ഹൃദയം നുറുക്കിക്കൊണ്ട് തന്റെ പുത്രനെ നമുക്ക് വേണ്ടി ബലിയർപ്പിക്കുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാമല്ലോ, നമ്മളെല്ലാം മെൽ ഗിബ്സന്റെ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ചിത്രം നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ? ആ ചിത്രത്തിൽ യേശുവിന്റെ മരണസമയം ചിത്രീകരിക്കുന്നത് ഒരു ഭാഗമുണ്ട്. അത് ഈ സ്വർഗത്തിലെ പിതാവിന്റെ ചങ്ക് നുറുങ്ങുന്നത് ആ കലാകാരൻ ചിത്രീകരിച്ചു വെച്ചിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. ആകാശത്തിലേക്ക് ആകാശത്തിന്റെ ആ വിശാലതയിലേക്ക് ഒന്ന് ക്യാമറ ഉയർത്തിപ്പിടിച്ചിട്ട് അവിടെ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു തുള്ളി കണ്ണീര് വന്ന് ഭൂമിയിൽ പതിക്കുന്ന ഒരു ഭാഗം അവിടെ ചിത്രീകരിച്ചു വെച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആ മനസ്സ്, ദൈവത്തിന്റെ ഹൃദയം നുറുങ്ങുന്നതിന്റെ ആ ഒരു ചിത്രം അവിടെ കാണിച്ചു തരിക. പിതാവായ ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി ബലി കഴിക്കുന്നതിലൂടെ അവിടെ ഏറ്റവും അവിടുന്ന് അനുഭവിച്ച വേദനയുടെ ആ ഒരു ചിത്രീകരണം ആ മനുഷ്യൻ ചെയ്തത് ഇങ്ങനെയാ. ഇങ്ങനെ ഒരു തുള്ളി കണ്ണീര് ഭൂമിയിലേക്ക് പതിക്കുന്നത് കണ്ടുകൊണ്ടാ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് വേണ്ടി പിതാവായ ദൈവം ഒരുക്കിയത്. അതാണ് പ്രിയമുള്ളവരെ നമ്മൾ ഇവിടെ കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു 12-ാം അധ്യായത്തിലും 14-ാം അധ്യായത്തിലും ഈശോ ഒരാളെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അത് ഈ ലോകത്തിന്റെ അധികാരി എന്ന് പറയുന്ന ആളാണ്. നമുക്കറിയാം, ലോകത്തിന്റെ അധികാരിയുടെ മുമ്പിൽ, ഈശോയുടെ മുമ്പിൽ ഇത് മുഴുവൻ നിനക്ക് തരാമെന്നൊക്കെ പറഞ്ഞൊരു വലിയ മലയുടെ മുകളിൽ നിന്ന് ലോകം മുഴുവൻ കാണിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം നിനക്ക് തരാം, നീ എന്നെ ആരാധിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോ ഈശോ അവനോട് പറഞ്ഞില്ല ഇതെല്ലാം എൻ്റെ അപ്പന്റെ ആണെന്ന്. കാരണം എന്തെന്ന് വെച്ചാൽ അപ്പൻ ഇത് ആർക്ക് നൽകിയോ അത് ഇവന്റെ കക്ഷത്തിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്, സാത്താന്റെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഈശോ അറിയാമായിരുന്നു കൊണ്ട് തന്റെ ചങ്കിലെ ചോര നൽകി തിരികെ പിടിക്കുന്നത് വരെയും ഇതിന്റെ അവകാശം അവൻ എന്താ പറയാ സ്വയമേ ഏറ്റെടുത്തില്ല. അതുകൊണ്ടാണ് സാത്താന്റെ മുമ്പിൽ മിണ്ടാതെ നിന്നത്, മറ്റു കാര്യങ്ങൾ പറഞ്ഞ് അവനെ ഒഴിവാക്കി വിട്ടത്. എന്നാൽ ഇവിടെ ഈശോ പറയുക, ജെറുസലേം പ്രവേശനത്തിന് ശേഷം ശിഷ്യന്മാരെ തന്റെ മരണത്തിന് വേണ്ടി ഒരുക്കുന്ന സമയത്ത് ഈശോ അവരോട് പറയുക, ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി, ഇപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടുമെന്ന് വചനത്തിലൂടെ ഈശോ അവരോട് പറയുക. അതുപോലെ അത് അടുത്ത വചനം വരുമ്പോൾ നമുക്ക് കാണാം, യോഹന്നാൻ 14:30 പറയുന്ന ഇപ്രകാരമാ, ഈ ലോകത്തിന്റെ അധികാരി വരുന്നു, എങ്കിലും അവൻ എൻ്റെ മേൽ അധികാരമില്ല. യേശു ക്രിസ്തുവിന്റെ അടുത്ത് ഈ ലോകത്തിന്റെ അധികാരി പലതവണ പല വേഷങ്ങളില്, ഫരിസേയരുടെയും സദുക്കാരുടെയും അതുപോലെ നിയമജ്ഞരുടെയും ഒക്കെ വേഷങ്ങളില് പലതവണ അവന്റെ മുമ്പിൽ ഈ ലോകത്തിന്റെ അധികാരി വന്നു. എന്നാൽ ഈ ലോകത്തിന്റെ അധികാരിക്ക് തൻ്റെ മേൽ ഒരു അധികാരവും കൊടുക്കാതെ ഈശോ അപ്പോഴെല്ലാം അവിടെ നിന്ന് ആ സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഒരു പരീക്ഷണത്തിനും വിധേയനാകാതെ ഈശോ ഒഴിഞ്ഞു മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ എല്ലാം യേശു വിജയിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ലോകത്തിന്റെ അധികാരിക്ക് എൻ്റെ മേൽ അധികാരമില്ല എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ നമുക്കൊരു ചിത്രം കാണാൻ സാധിക്കും. ഈ ചിത്രത്തില് യേശു ക്രിസ്തു പിതാവിന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നതും മനുഷ്യകുലത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആണ്. അവൻ കീഴോട്ട് നോക്കി നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവനെ പഴിച്ചുകൊണ്ട് ദൈവസമക്ഷം അവനെ പഴിച്ചുകൊണ്ട് നീ മരിക്കണമെന്നും നീ പാപിയാണെന്നും പറഞ്ഞുകൊണ്ട് അവനെ പഴിക്കുന്ന സാത്താന്റെ ഒരു ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. അത് നമുക്ക് ഇതിന്റെ അതായത് വെളിപാട് പുസ്തകത്തിന്റെ 12:10 പറയുന്നു പറഞ്ഞാല് യേശുക്രിസ്തുവിന്റെ മരണസമയത്ത് നമ്മൾ മുമ്പ് കണ്ടല്ലോ, തിരശീല മുകളിൽ നിന്ന് താഴേക്ക് കീറിപ്പോകും നമ്മൾ കണ്ടില്ലേ. യേശുക്രിസ്തുവിനെ പാപമാക്കി മാറ്റിയ ദൈവത്തിന്റെ കരുണ, യേശുക്രിസ്തുവിനെ കുരിശിൽ പാപമാക്കി മാറ്റി. അവൻ കുരിശിൽ മരിച്ചപ്പോൾ സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു, ഇപ്പോൾ മുതൽ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തന്റെ അധികാരവും ആഗതമായിരിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപ്പകൽ ദൈവസമക്ഷം അവരെ പഴിപറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു എന്ന് ഇവിടെ വചനം പറയുക. അപ്പോ യേശുക്രിസ്തുവിന്റെ മരണത്തോടുകൂടി ഈ ദൈവസമക്ഷം മനുഷ്യകുലത്തെ മുഴുവനും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നവൻ അവൻ വലിച്ചെറിയപ്പെട്ടു, അവന്റെ തല തകർക്കപ്പെട്ടു. ഇനി അവന് കുതികാലിൽ പരിക്കേൽപ്പിക്കാൻ മാത്രമേ ശക്തിയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് ഒരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശുക്രിസ്തു എന്ന് 1 യോഹന്നാന്റെ ലേഖനത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, എല്ലാം പൂർത്തിയായി എന്ന് നമ്മളിവിടെ കാണുക. യേശുക്രിസ്തുവിന്റെ മരണത്തിലൂടെ സാത്താന്യ ശക്തി മുഴുവനും നഷ്ടപ്പെട്ടു, സാത്താന്റെ രാജ്യം നഷ്ടപ്പെട്ടു. അവന്റെ രാജ്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന്റെ രാജ്യം പുനഃസ്ഥാപിക്കുകയാണ് യേശുക്രിസ്തു ചെയ്തത്. ദൗത്യം പൂർത്തിയാക്കി, പിതാവായ ദൈവം നൽകിയ ദൗത്യം പൂർത്തിയാക്കിക്കൊണ്ട് ഈ ലോകത്തിന്റെ അധികാരിയെ പുറന്തള്ളിക്കൊണ്ട് എല്ലാം പൂർത്തിയായിരിക്കുന്നുവെന്ന് പിതാവിനോട് പറയുന്ന യേശുക്രിസ്തുവിനെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി പ്രിയപ്പെട്ടവരെ, നമ്മൾ മരിക്കേണ്ട സ്ഥാനത്ത്, ഞാൻ മരിക്കേണ്ട സ്ഥാനത്താണ് എനിക്ക് വേണ്ടി യേശുക്രിസ്തു മരിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കുക.
ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് വേണ്ടി മരിച്ചവൻ. അതാണ് റോമർ 5:8 പറയുന്നത്. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തന്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു എന്ന് നമ്മൾ ഈ വചനത്തിലൂടെ കാണുക. പ്രിയമുള്ളവരെ, നീതിരഹിതർക്ക് വേണ്ടിയുള്ള നീതിമാന്റെ മരണം, അതാണ് ഇവിടെ 1 പത്രോസ് 3:18 നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു തന്നെയും പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ മരിച്ചു, അത് നീതിരഹിതർക്ക് വേണ്ടിയുള്ള നീതിമാന്റെ മരണമായിരുന്നു എന്ന്. പ്രിയമുള്ളവരെ, ഞാൻ ഒരു കുഞ്ഞു കള്ളക്കഥ ഞാൻ പറയുക. നമുക്ക് എല്ലാവർക്കും അറിയാലോ, നമുക്ക് എല്ലാവർക്കും നമ്മുടെ ആനിമേറ്റർ അച്ഛനെ അറിയാം. നമ്മുടെ ആനിമേറ്റർ അച്ഛൻ ഫാദർ അഗസ്റ്റിൻ മുണ്ടിയത്ത്, അദ്ദേഹം ഞങ്ങളോട് പറയുകയാണ്, ഞങ്ങളോട് എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഈ കോഴ്സും കാര്യങ്ങളും ഒക്കെ ഭംഗിയായിട്ട് നടത്തുകയാണെങ്കിൽ നിങ്ങളെ ഹോളി ലാൻഡിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് അച്ഛൻ ഞങ്ങളോട് വലിയൊരു വാഗ്ദാനമൊക്കെ തന്നു. അങ്ങനെ ഞങ്ങള് ഇതെല്ലാം ചെയ്ത് ഈ അച്ഛനെ ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം അച്ഛൻ്റെ അടുത്ത് ചെന്നപ്പോ അച്ഛൻ ഞങ്ങളെ പൈസ ഒക്കെ എടുത്ത് കാണിച്ചു, 1.5 കോടി രൂപയൊക്കെ എടുത്ത് കാണിച്ചു, നിങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉള്ള എന്നൊക്കെ പറഞ്ഞു ഞങ്ങളെ എടുത്ത് കാണിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് അച്ഛൻ ഞങ്ങളോട് പറയുക, ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമുക്ക് കുറച്ച് ബിൽഡിംഗ് പണിയാനും കുറെ പരിപാടികളുണ്ട്, അതിനു വേണ്ടിയിട്ട് ഞാൻ കളക്ട് ചെയ്ത പൈസയാ, ഞാൻ നിങ്ങളിതെല്ലാം നല്ല രീതിയിൽ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് അച്ഛൻ അതിനകത്തൊന്ന് ഞങ്ങളെ കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞപ്പോ ഞങ്ങളുടെ കൂടെയുള്ള ഒരു പയ്യൻ, ഒരു ജെയിംസ്, എന്ത് ചെയ്യുന്നു ചോദിച്ചാല് ഒരു കത്തി എടുത്തിട്ട് അച്ഛനെ ഞാൻ കുത്തി അവന്റെ ദേഷ്യത്തിന്. എന്നിട്ട് അവിടെ ഇരുന്ന കാശെല്ലാം കൂടെ എടുത്ത് എല്ലാവരും കൂടെ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഓടിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. എന്നിട്ട് അവിടെ നമുക്ക് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ അവിടുന്ന് 3-4 പേരുണ്ട്, എല്ലാവരും കൂടെ ഇറങ്ങി ഓടി. അവിടുന്ന് പോരുന്ന വഴിക്ക് എന്ത് ചെയ്യുന്നു ചോദിച്ചാല് ഈ ജെയിംസ് എന്ത് ചെയ്യുന്നു ചോദിച്ചാല് ഈ കുത്തിയ കത്തി കൊണ്ടുപോയി ആലിസാൻഡിയുടെ കട്ടിലിന്റെ കീഴെ വെച്ചിട്ട് പോന്നു. എന്നിട്ട് ഈ ഉള്ള കാശും കൊണ്ട് അവര് ഡൽഹിക്ക് പോവുകയും ചെയ്തു. ഡൽഹി ചെന്ന് അടിച്ചു പൊളിച്ച് അവർ ജീവിക്കുക. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് ഇവിടെ വലിയൊരു ഇഷ്യൂ അല്ലേ, ഒരു വൈദികൻ കൊല്ലപ്പെട്ടിരിക്കുന്നു, അതും തൊണ്ടി സഹിതം ആലിസാൻഡി പിടിക്കപ്പെട്ടിരിക്കുന്നു. കാരണം വെച്ചാല് ഈ കുത്തിയ കത്തി ഉൾപ്പെടെ എല്ലാം അവിടെ ഉണ്ട്. അങ്ങനെ പെട്ടെന്ന് ഇതിന്റെ വിധിയും അതുപോലെ ഇത്രയും വലിയൊരു കാര്യമല്ലേ, അപ്പം വിധി പ്രസ്താവമൊക്കെ പെട്ടെന്ന് വന്നു. അപ്പോഴാണ് ആലിസാൻഡിയെ തൂക്കിക്കൊല്ലാനായിട്ട് വിധിച്ചു എന്ന് ഈ ഡൽഹിയിലുള്ള ഈ ജെയിംസും ഒക്കെ അറിയുന്നത്. അപ്പൊ ജെയിംസ് ആകപ്പാടെ സങ്കടത്തിലായി. ജെയിംസ് എന്നിട്ട് നാട്ടിലേക്ക് വന്ന് എങ്ങനെയെങ്കിലും ഈ ആലിസാൻഡിയെ രക്ഷിക്കണമല്ലോ. എന്നിട്ട് അവിടെയുള്ള കൂട്ടുകാരോട് പറഞ്ഞു, എടാ ഞാൻ നാട്ടിലേക്ക് പോവാ, നമ്മളല്ലേ തെറ്റ് ചെയ്ത്, പാവ ആലിസാൻഡി ഇതേ ശിക്ഷിക്കപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞപ്പോൾ മറ്റുള്ളവരെല്ലാം കൂടെ അവന്റെ മുഖം പൊത്തിയിട്ട് പറഞ്ഞു, മിണ്ടിപ്പോയേക്കരുത്, നീ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും തൂങ്ങും, അതുകൊണ്ട് നീ ഇവിടെ നിന്നോണം എന്ന് പറഞ്ഞ് അവനെ പിടിച്ചു നിർത്തി. എന്നാൽ മനസ്സുകൊണ്ട് വിഷമിച്ച് ഒരു ദിവസം ആരോടും മിണ്ടാതെ ട്രെയിൻ കയറി ജെയിംസ് നാട്ടിലേക്ക് വരിക. ജെയിംസ് നാട്ടിലെത്തുമ്പോഴാണ് അറിയുന്നത് അന്നത്തെ ദിവസം കാലത്ത് ഈ ശിക്ഷാ നടപടി പൂർത്തിയാവുകയാണ്. അവൻ അവിടെ നിന്ന് ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഓടിപ്പിടിച്ച് തിരുവനന്തപുരത്തുള്ള ജയിൽ അധികൃതരുടെ അടുത്ത് ചെന്നു. അവിടെ ചെല്ലുമ്പോഴേക്കും ശിക്ഷാ നടപടി പൂർത്തിയാക്കപ്പെട്ട് കഴിഞ്ഞു. ജഡ്ജും ഒക്കെ കൂടെ മടങ്ങി പോകാനായിട്ട് തുടങ്ങുക. അവരുടെ മുമ്പിൽ അലറി കരഞ്ഞുകൊണ്ട് ജെയിംസ് പറഞ്ഞു, ഞാനാണ് തെറ്റ് ചെയ്തത്, ഞാനാണ് കുത്തിയത്, ആലിസാൻഡി അല്ല എന്ന് പറഞ്ഞ് അവിടെ വന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ജഡ്ജുമൊക്കെ പറഞ്ഞു മിണ്ടിപ്പോകരുത്. കാരണം എന്താന്ന് ചോദിച്ചാൽ ഈ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെട്ടിരുന്ന നിയമമുള്ള ഈ രാജ്യത്തില് ഒരു നിരപരാധി ശിക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഒരു വലിയ നമ്മുടെ സംവിധാനത്തിന് തന്നെ വലിയൊരു നാണംകേടാണ്. അപ്പം അവനെ നിശബ്ദനാക്കിക്കൊണ്ട് അവനോട് പറഞ്ഞു, നീ പൊയ്ക്കോ, നീ രക്ഷപ്പെട്ടു, നീയാണ് ചെയ്തതെങ്കിലും നീ രക്ഷപ്പെട്ടു, കാരണം ഒരു തെറ്റിന് ഒരു ശിക്ഷ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടുന്നു. അപ്പോൾ പ്രിയമുള്ളവർ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, നിരപരാധി നീതിരഹിതർക്ക് വേണ്ടി നീതിമാന്റെ മരണം. ഒരു നിരപരാധിയായ ആള് ആലിസാൻഡി അത് തെറ്റ് അങ്ങ് ഏറ്റെടുക്കുകയും കാരണം എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി അറിയാവുന്ന ആള് അത് ഏറ്റെടുത്ത് ആ ശിക്ഷ സ്വയം സ്വീകരിക്കുന്നതാ കാണുന്നത്. എന്നാല് ഇതൊരു കള്ളക്കഥയാണെങ്കിൽ പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിന്റെ സ്ഥാനത്ത് ഈ വന്നിരിക്കുന്ന കാര്യം വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈശോ, ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് ഈശോ മരിച്ചു. അതെന്നെ സംബന്ധിച്ച് ദുഃഖത്തിന്റെ കാരണമാണ്. പക്ഷേ യേശുക്രിസ്തുവിനെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചത് കൊണ്ട് അവൻ എൻ്റെ കർത്താവായി, എൻ്റെ ഉടമസ്ഥനായി മാറുന്ന അതിന് നമ്മൾ മുമ്പോട്ട് കാണുന്നുണ്ട്. ഇവിടെ 2 കൊരിന്ത്യർ 5:21 പറയുന്നു, അവനിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി മാറ്റി. ഞാനും പിതാവും ഒന്നൊന്ന് എപ്പോഴും ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന ക്രിസ്തുവിനെ പിതാവിൽ നിന്ന് വേർപെടുത്തേണ്ടി വന്ന ആ സമയത്തെ ഓർത്തായിരിക്കണം
പിതാവ് കണ്ണീരൊഴിച്ചത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ നമുക്ക് വേണ്ടി യേശുക്രിസ്തുവിനെ പാപമാക്കി മാറ്റി. കുരിശിൽ കിടക്കുന്നവൻ പാപമാവും, മരിക്കണം. പാപം മരിച്ചാൽ മാത്രമേ ഈ ലോകത്തിൽ സാത്താന്റെ തല തകർക്കപ്പെടുകയും സ്വാതന്ത്ര്യത്തിലേക്ക് മനുഷ്യകുലത്തെ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. നമുക്ക് ഇവിടെ നമ്മൾ കാണുന്നു, ഗലാത്യർ 3:13 പറയുന്ന ഇപ്രകാരമാ: ക്രിസ്തു നമ്മെപ്പഴുതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഏറ്റവും വലിയ ശപിക്കപ്പെട്ടതായ ഈ മരണം ഏറ്റെടുത്തുകൊണ്ട് എന്നെ രക്ഷിക്കാൻ വേണ്ടി അവിടുന്ന് ഈ മരണം ഏറ്റെടുത്തുകൊണ്ട് നമ്മളെല്ലാവരെയും രക്ഷിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതാണ് തോമസ് പറഞ്ഞിരുന്നല്ലോ, നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുക. ഇനി നമ്മൾ രക്ഷിക്കപ്പെടുക മാത്രമല്ല ചെയ്തത്, അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു. അവിടുത്തെ പ്രിയപുത്രൻ രാജ്യത്തിലേക്ക് നമ്മളെ ആനയിക്കുകയും ചെയ്തു. നോക്കിയേ, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റസ് എന്താണെന്ന്. അവന്റെ രാജ്യത്തിൽ നമുക്ക് പ്രവേശനം കൂടെ നൽകിയിരിക്കുന്നു എന്നാ പറയുക. അപ്പം നമുക്ക് വേണ്ടിയിട്ട് ദൈവം ചെയ്ത വലിയ അനുഗ്രഹം എന്താണെന്ന് നമ്മൾ നോക്കുക. 1 യോഹന്നാൻ 2:2 ഇപ്രകാരം പറയുന്നു: അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക്. ഈ വചനത്തില് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഒരു ആഹ്വാനം കൂടെ ഉണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണെന്നുള്ളത് നമുക്ക് വേണ്ടിയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് എന്ന് പറയുമ്പോൾ അത് ലോകം മുഴുവനുള്ള എല്ലാവരും അറിയണമെന്നുള്ള ഒരു ആഹ്വാനം കൂടെ അവിടെ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. 1 യോഹന്നാൻ 1:7 പറയുന്നു: അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് വചനം പറയുക. എല്ലാ പാപങ്ങളിൽ നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, മരണത്തിന്റെ മേൽ അധികാരമുള്ള പിശാചിനെ തന്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ എന്നേക്കുമായി രക്ഷിച്ചു കഴിഞ്ഞു. നമ്മളിത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഏറ്റവും വലിയ ഭയം മരണഭയമാണ്. രോഗം വരുമ്പം ഭയപ്പെടുന്നുണ്ടെങ്കിൽ, രോഗത്തെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ മരണഭയം കൊണ്ടാണ് രോഗത്തെ നമ്മൾ ഭയപ്പെടുന്നത്. ഒരു ആക്സിഡന്റിനെ നമ്മൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ മരണഭയം കൊണ്ടാണ് നമ്മൾ ആക്സിഡന്റിനെ ഭയപ്പെടുന്നത്. അപ്പൊ മരണത്തിന്റെ മേൽ അധികാരമുള്ള പിശാചിനെ തന്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ എന്നേക്കുമായി രക്ഷിച്ചു കഴിഞ്ഞു. നമ്മൾ ഇനി ഒരു ഭയവും കൊണ്ട് ജീവിക്കേണ്ടവരല്ല എന്ന് കൃത്യമായ വചനം നമുക്ക് പറഞ്ഞു തരിക. ഇനി യേശുക്രിസ്തുവിനെ ഉയർപ്പിക്കുന്നതിലൂടെ നമ്മളെല്ലാവരും, മനുഷ്യകുലം മുഴുവനും നീതീകരണം നമുക്ക് സാധ്യമാക്കി തന്നു. നീതീകരണം നമുക്ക് സാധ്യമാക്കിക്കൊണ്ടാണ് യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം ഉയർപ്പിച്ചത്. കാരണം ഞാനൊരു സംഭവം പറയാം. എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വിളിച്ച ഒരു പയ്യൻ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അവൻ 10-12 വർഷം മുമ്പ് അവന്റെ കൂടെ സഞ്ചരിച്ച, അവന്റെ ബൈക്കിന്റെ പിന്നിൽ യാത്ര ചെയ്തിരുന്ന ഒരു പയ്യൻ പെട്ടെന്നൊരു ബ്രേക്ക് ചെയ്തപ്പോൾ ഫ്രണ്ട് ബ്രേക്ക് ആയിപ്പോയി. ബൈക്ക് പിന്നിൽ നിന്ന് ഉയർന്നു. പുറകിലിരുന്നവൻ മുമ്പോട്ട് മറിഞ്ഞിട്ട് തലയിടിച്ച് താഴെ വീണ് അവിടെ വെച്ച് തന്നെ ഓൺ ദ സ്പോട്ടിൽ മരിക്കുന്ന ഒരു ദൃശ്യം ഈ പയ്യന്റെ മനസ്സിലുണ്ട്. അവന്റെ സങ്കടം ഇതാണ്: ഞാൻ കാരണം ഒരുവൻ മരിച്ചു, ഞാൻ കാരണം എൻ്റെ സുഹൃത്ത് മരിച്ചു എന്നത് അവന്റെ സങ്കടമാണ്. 10-12 വർഷക്കാലമായിട്ടും അവൻ ഈ സങ്കടം മാറുന്നില്ല. അവനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ കുറേയധികം സമയമെടുക്കേണ്ടി വന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ അവന്റെ ഉള്ളിൽ ഈ 12 വർഷം മുമ്പ് താൻ കാരണം ഒരാൾ മരിച്ചു എന്നത് ഒരു വേദനയായി നിലകൊള്ളുന്നുണ്ടെങ്കിൽ, എനിക്ക് വേണ്ടി ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് യേശുക്രിസ്തു മരിച്ചു എന്നത് നമ്മെ സംബന്ധിച്ച് ഏറ്റവും വലിയ വേദനയുടെ കാരണമാണ്. അവനങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ അവന്റെ മരണത്തിൽ ഒരു അർത്ഥവും ഉണ്ടാവുമായിരുന്നില്ല. യേശുക്രിസ്തുവിനെ ദൈവം ഉയർപ്പിച്ചുകൊണ്ട് നമ്മുടെയും ഈ ലോകത്തിന്റെ മുഴുവനും കർത്താവാക്കി അവനെ മാറ്റി, അവനെ ഉയർത്തി. മരിച്ചവരിൽ നിന്നും യേശുക്രിസ്തു ഉയർത്തപ്പോൾ അവൻ എൻ്റെ ജീവിതത്തിന്റെ ഉടമയായി മാറി. കാരണം ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നതിന്റെ കാരണം അവനാണ്. അവൻ എൻ്റെ ജീവന്റെ ഉടമയായി മാറി. അതുകൊണ്ടാണ് സാത്താന്റെ മുമ്പിൽ അക്ഷരമുണ്ടാകുന്ന നിന്ന് യേശുക്രിസ്തു മരിച്ച് ഉത്ഥാനം ചെയ്തതിന് ശേഷമാണ് ശിഷ്യന്മാരുടെ അടുത്ത് എന്നിട്ട് പറയുന്നു, യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു: സ്വർഗത്തിലും ഭൂമിയിലും എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ അധികാരം മുഴുവൻ യേശുക്രിസ്തു തന്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുത്തു കഴിഞ്ഞു. എന്നിട്ടാണ് ശിഷ്യന്മാരോട് അങ്ങനെ പറയുന്നത്. റോമർ 14:9 പറയുന്നു: മരിച്ചവരുടെയും ജീവിക്കുന്നവരുടെയും കർത്താവായിരിക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചതും പുനർജീവിച്ചതും എന്ന് പറയുക. അപ്പം മരിച്ചവരുടെയും ജീവിക്കുന്നവരുടെയും കർത്താവായിരിക്കുന്നുണ്ട്, സകലരുടെയും കർത്താവായിരിക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചതും ഉയർത്തതും എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അവനിലൂടെ സൗജന്യമായ നീതീകരണവും രക്ഷയും നമ്മൾ പ്രാപിച്ചിരിക്കുന്നു. റോമർ 5:9 പറയുന്നു: ആകയാൽ ഇപ്പോൾ
അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ. അവൻ മൂലം സകല ക്രോധങ്ങളിൽ നിന്നും നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു. റോമർ 3:24 പറയുക, അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, മരണപാശത്തെ തകർത്ത് ഉത്ഥാനം ചെയ്ത് നീതീകരിച്ച് സകലത്തിന്റെയും ഉടമസ്ഥനായി കർത്താവായ യേശുക്രിസ്തു, അങ്ങനെ നാം എല്ലാവരും രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുക. ഇനി സ്വർഗത്തിൽ കരേറി അവൻ മഹത്വീകരിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് നമ്മെ ഓരോരുത്തരെയും അവന്റെ മഹത്വത്തിൽ പങ്കാളികളാക്കിക്കൊണ്ട് തന്റെ ദൗത്യം പൂർത്തീകരിക്കുന്നത് നമ്മൾ കാണുന്നത്. ദൗത്യം പൂർത്തീകരിച്ച് സ്വർഗത്തിൽ കരേറി മഹത്വീകരിക്കപ്പെട്ടു, പിതാവിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് നമ്മെ എല്ലാവരെയും അവിടുന്ന് ഏറ്റെടുത്ത ആ മഹത്വത്തിൽ നമ്മെ എല്ലാവരെയും പങ്കാളികളാക്കുകയും കൂടെ ചെയ്യുന്ന ഈശോയാണ് നമ്മൾ കാണുന്നത്. യേശുക്രിസ്തു മധ്യസ്ഥനാണ്. എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിന് മനുഷ്യർക്ക് മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ, മനുഷ്യനായ യേശുക്രിസ്തു. അങ്ങനെ വചനം നമ്മളോട് കൃത്യമായി പറഞ്ഞു തരിക, മനുഷ്യവർഗം മുഴുവന്റെയും രക്ഷയാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. 1 തിമോത്തി 2:4 പറയുന്നു, പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിലൂടെ ദൈവം മനുഷ്യകുലത്തിന് മുഴുവനും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം നൽകി നമ്മളെ അനുഗ്രഹിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു, അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ, അടിമത്തത്തിന്റെ നുകത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, യേശുക്രിസ്തുവിലൂടെ നമുക്ക് സർവ്വ സ്വാതന്ത്ര്യം നൽകി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ആ ക്രിസ്തുവിനെ നമ്മുടെ സ്വന്തമായി സ്വീകരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം ആസ്വദിച്ച് ജീവിക്കണം. ഇനിയും നമ്മൾ അടിമത്തത്തിന്റെ നുകത്തിന് വിധേയരാകരുതെന്ന് വചനം നമ്മളെ കൃത്യമായി പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ഇനി യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തില് 1-ാം അധ്യായത്തിൽ 25-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കേട്ടത് മറക്കുന്നവനല്ല, പ്രവർത്തിക്കുന്നവനാണ് പൂർണ്ണമായ നിയമത്തെ, അതായത് സ്വാതന്ത്ര്യത്തിന്റെ നിയമത്തെ, അതും സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. തന്റെ പ്രവൃത്തികളിൽ അവൻ അനുഗ്രഹീതനാകും. അപ്പം കേട്ടിട്ട് മറക്കുന്നവനല്ല, അത് പ്രവർത്തിക്കുന്നവനാണ് നിയമത്തെ, അതിന്റെ അതായത് സ്വാതന്ത്ര്യത്തിന്റെ നിയമത്തെ സൂക്ഷ്മമായി ഗ്രഹിക്കുന്നത് എന്ന് വചനം ഇവിടെ പറഞ്ഞു തരിക. എന്നിട്ട് അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. അപ്പം നമ്മൾക്ക് യേശുക്രിസ്തുവിലൂടെ നൽകപ്പെട്ട ആ സ്വാതന്ത്ര്യം അതിന്റെ പൂർണ്ണതയിൽ ആസ്വദിക്കാൻ കഴിയുമാറാകട്ടെ. 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവപുത്രനായ യേശുക്രിസ്തു കുരിശിൽ മരിച്ചു നമ്മുടെ പാപകടങ്ങൾ വീട്ടി നമ്മളെ രക്ഷിച്ചു കഴിഞ്ഞതാണെന്നുള്ള സത്യം നമ്മുടെ ഹൃദയത്തിൽ പൂർണ്ണമായി ഒന്ന് എഴുതി വെക്കാൻ നമ്മൾ തയ്യാറാകണം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികൾ എന്തൊക്കെയാണെന്നും യേശുക്രിസ്തു അതുവഴിയായിട്ട് നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അവൻ ജനിച്ചപ്പോഴേ പ്രഖ്യാപിക്കപ്പെട്ട കാര്യമാണ് അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. അവൻ എനിക്ക് വേണ്ടി മരിച്ചു, അവനെ പിതാവായ ദൈവം ഉയർപ്പിച്ചു, അവൻ മഹത്വീകരിക്കപ്പെട്ടു, അവൻ പരിശുദ്ധാത്മാവിനെ നൽകി. അങ്ങനെ അവൻ ചെയ്ത രക്ഷാകര പ്രവൃത്തികളും അവന് നൽകപ്പെട്ടിരിക്കുന്ന നാമധേയമാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കർത്താവ് ഈശോ മിശിഹ എന്ന് പറയുന്നത്. കർത്താവ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നൊക്കെ നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. നമുക്ക് പ്രിയമുള്ളവരെ സന്തോഷിക്കാം, ആനന്ദിക്കാം. യേശുക്രിസ്തുവിലൂടെ ദൈവം നൽകിയ രക്ഷയുടെ ആഴവും പരപ്പും അതിന്റെ പൂർണ്ണതയിൽ ആസ്വദിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ക്രിസ്തുവിൽ അഭിമാനിക്കുന്ന, രക്ഷയുടെ സ്വാതന്ത്ര്യം ആസ്വദിച്ച് ജീവിക്കുന്ന സാക്ഷ്യത്തിന്റെ സമൂഹമായി തീരാൻ നമുക്ക് എല്ലാവർക്കും പ്രതിജ്ഞാബദ്ധരാകാം. അങ്ങനെ ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായിൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന ആനന്ദത്തോടെ നമുക്ക് അനുഗ്രഹ പ്രഭാഷണം കേൾക്കാം. അതിനായി കോഴിക്കോട് രൂപതയുടെ വികാർ ജനറൽ പെരിയ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ഡോക്ടർ ജെൻസൺ പുത്തൻവീട്ടിലിനെ സ്നേഹാദരങ്ങളോട് ക്ഷണിക്കുന്നു. ജെൻസൺ അച്ഛാ, ഓവർ ടു യു. താങ്ക് യു വെരി മച്ച്. ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. ഞാനൊരു യാത്രയിലാണ്. ഞാൻ മുറിയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ ഇതുവരെ എത്തിയിട്ടില്ല. വണ്ടിയിലിരുന്നാണ് സംസാരിക്കുന്നത്. ചിലപ്പോൾ അതിൻ്റെതായ റേഞ്ചിന്റെ പ്രശ്നമുണ്ട്. എൻ്റെ കൂടെ അഭിമന്യ വർഗീസ് ചക്കാലക്കൽ പിതാവും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ രൂപതയിൽ ഒരു വൈദികന്റെ അമ്മ മരണപ്പെട്ടതിന്റെ ചടങ്ങ് കഴിഞ്ഞ് തിരിച്ച് കോഴിക്കോടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്.
ഒത്തിരി അഭിനന്ദനം നൽകുന്നു. ഇതിൽ അംഗങ്ങളായിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകമാംവിധം അഭിനന്ദിക്കുന്നു. വചനത്തോടുള്ള സ്നേഹവും വചനത്തോടുള്ള ആഴമേറിയ വിശ്വസ്തതയും വിശ്വാസവും ഒക്കെ നിങ്ങൾ പ്രകടിപ്പിക്കുന്നത് കാണുമ്പോൾ ഇന്നിന്റെ കാലഘട്ടത്തിൽ ഒത്തിരി അഭിമാനം തോന്നുകയാണ്. എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. നീണ്ട ഒരു പ്രസംഗവും ഒരു ക്ലാസ്സും നയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊള്ളട്ടെ. വിശുദ്ധ ജെറോം പറഞ്ഞ വാക്കുകൾ ഓർമ്മിക്കുകയാണ്. ഇഗ്നറൻസ് ഓഫ് ബൈബിൾ ഈസ് ഈക്വൽ ടു ഇഗ്നറൻസ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ അറിയുവാനുള്ള വലിയൊരു ത്വര നമുക്കുണ്ടെങ്കിൽ ആദ്യം നമ്മൾ മുറുകെ പിടിക്കേണ്ടത് ബൈബിളാണ്. അപ്പോൾ വചനത്തെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്നുള്ളത് തന്നെയാണ് ഈ അനുഗ്രഹ പ്രഭാഷണത്തിൽ ഞാൻ മുറുകെ പിടിക്കുവാൻ ആഗ്രഹിക്കുന്നത്. മിലാനിലെ വിശുദ്ധ അംബ്രോസ് ഒരിക്കൽ പറയുകയുണ്ടായി, ഈ ലോകത്തിലെ പാപങ്ങളും ഈ ലോകത്തിലെ പൈശാചികതയൊക്കെ കത്തിയെരിയണമെങ്കിൽ നമ്മൾ മുറുകെ പിടിക്കേണ്ടത് ബൈബിൾ തന്നെയാണ്. കാരണം വചനത്തിന്റെ ശക്തി അത്രമാത്രമാണ്. അപ്പോൾ എല്ലാവരെയും ദൈവാനുഗ്രഹത്താൽ നിറയട്ടെ എന്ന് ആശംസിക്കുകയും നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ദൈവം ധാരാളമായ അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അഭിയുന്ന പിതാവായിരിക്കും എന്നെക്കാളും യോഗ്യതയുള്ള വ്യക്തി. എന്നാലും ഞാൻ 2 വാക്ക് പറയാൻ മാത്രമേ ഉള്ളൂ. യാത്രയിലായതുകൊണ്ട് മാത്രം ഞാനിത് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവാനുഗ്രഹം നേരുന്നു. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. സർവശക്തനായ ദൈവമേ, ഈ ഒരു ക്ലാസ്സിലൂടെ ഞങ്ങളെ നയിച്ച എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഏറെ പ്രത്യേകമാംവിധം ഈ ക്ലാസ്സിലൂടെ മിസ്സിയോ എന്ന തലക്കെട്ടിൽ അങ്ങയുടെ സുവിശേഷവൽക്കരണത്തിന്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നിട്ടിറങ്ങിയിരിക്കുന്ന എല്ലാവരെയും അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ഇവരെല്ലാവരെയും പരിശുദ്ധാത്മാവിന്റെ സ്വന്തം മക്കളാക്കി വളർത്തണമേ. ഈ വചനം ഹൃദയത്തിലേന്തി ഇവർ പോകുന്നിടങ്ങളിലൊക്കെ അങ്ങയുടെ സ്നേഹവും അങ്ങയുടെ കരുണയും എല്ലാവരിലേക്കും വർഷിക്കുവാനായിട്ടുള്ള കൃപ ഇവരിൽ നൽകുമാറാകണമേ. ഇവരായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം അങ്ങ് അത്ഭുതങ്ങൾ വർഷിക്കണമേ. ഇവരിലൂടെ അനേകർ ദൈവത്തിലേക്ക് അടുക്കുവാനുള്ള അനുഗ്രഹവും കൃപയും വർഷിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പിതാവിന്റെ ഒരു ടാറ്റ. പിതാവേ, ഇതിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞായിരുന്നേ നമ്മുടെ ജെൻസൺ അച്ഛന്റെ സാന്നിധ്യം തന്നെ അനുഗ്രഹമാണെന്ന്. അപ്പൊ ഇപ്പൊ ചക്കാലക്കൽ പിതാവ് കൂടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ പറയാണ്, അഭിവന്ദ്യ പിതാവിന്റെ സാന്നിധ്യം കൂടെ ഞങ്ങൾക്ക് പരമാനുഗ്രഹമായി തീർന്നിരിക്കുന്നു ഇന്നത്തെ മീറ്റിംഗില്. താങ്ക് യു വെരി മച്ച്. ഒരു ശനിയാഴ്ച പിതാവ് കയറണേ, ഞങ്ങൾക്ക് ഒരു ആശീർവാദവും ഒരു സന്ദേശമൊക്കെ തരാൻ വേണ്ടി ഞങ്ങൾ തരാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് അലിസൂട്ടി ആന്റീനെ കേട്ടിട്ട് നമുക്ക് എന്തെങ്കിലും അനൗൺസ്മെന്റ്സ് ഉണ്ടെങ്കിൽ ചെയ്യാമല്ലോ അല്ലേ? അലിസൂട്ടി ആന്റി എന്തായാലും സ്ക്രീനിൽ ഉണ്ടല്ലോ. അപ്പം ഓവർ ടു യു, അവർ ലവ് ആൻഡ് അവർ ഡിയറസ്റ്റ് അലിസൂട്ടി ചേച്ചി. ഗ്രേറ്റ്, അത് സൂപ്പറായി പോയി. ഏതായാലും ജനസനത്തിനെ പിതാവിനെയൊക്കെ കൂടെ നമുക്ക് കാണാൻ കിട്ടുമല്ലേ? അവരോട് ഇത് ലാറ്റിൻ ഇതിലെ ഒരു 300-ലധികം മതാധ്യാപകർ നമ്മുടെ ഈ ഗ്രൂപ്പിലുണ്ട് കേട്ടോ പിതാവേ. നമ്മുടെ മാത്യു പുതിയാപ്പച്ചന്റെ നേതൃത്വത്തില് വന്നിരിക്കുന്നതാ. അപ്പം പിതാവൊക്കെ ഒന്ന് കയറുന്നവർക്കൊക്കെ ഒത്തിരി സന്തോഷമായിരിക്കും. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ആമേൻ. അപ്പൊ നമ്മൾ ഇന്ന് കേട്ടത്, അതായത് തോമസും ടോമിച്ചനും നമ്മുടെ ടെസ്റ്റ് മണി എല്ലാത്തിലൂടെയും നമ്മൾ കേട്ടത് 2000 കൊല്ലം മുമ്പ് ഈശോമിശിഹ കുരിശിൽ മരിച്ചു ഉയർത്തത് വഴി നമ്മുടെ പാപകടങ്ങളെല്ലാം വീട്ടി നമ്മളെ വീണ്ടെടുത്ത് കഴിഞ്ഞതാ. നമുക്ക് വേണ്ട റാൻസം, പാപ മോചന ദ്രവ്യമൊക്കെ ഈശോയുടെ മരണത്തിലൂടെ കൊടുത്ത് നേടിയെന്നുള്ള ആ ഒരു വലിയ സത്യമാണ് ഇത്. നമുക്കറിയാം, നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ രഹസ്യമാണ്. വിശ്വാസത്തിന്റെ രഹസ്യങ്ങൾ നമ്മൾ പറയുമല്ലോ, യേശുക്രിസ്തു നസ്രത്തിലെ ഈശോയുടെ പേരും ഈശോയുടെ രക്ഷാകര പ്രവർത്തനങ്ങളും ഈശോയുടെ മഹത്വീകൃത നാമങ്ങളും ഒക്കെ ഒത്തിരി പ്രധാനപ്പെട്ടതാണ്. അതാണ് പെസഹ രഹസ്യം എന്ന് പറയുന്നത്. അതൊക്കെയാണ് നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനോട് എന്താ ചെയ്യേണ്ടത്? നമുക്കൊരു ആത്മസഭയിൽ തന്നെ ഒരു സഹോദരന്മാരെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അടുത്ത ആഴ്ച പറയും. ഈ ആഴ്ചയിൽ നമ്മളിപ്പം ഈ ഒരു വലിയ സത്യം അത് അവരെല്ലാവരും വളരെ കൃത്യമായിട്ട് പറഞ്ഞു. യോഹന്നാൻ 2:2 നമ്മൾ പറഞ്ഞത് മനസ്സിലായല്ലോ. അവൻ നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാര ബലിയാണ്.
നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലിയാണ്. ഈ ഒരു വലിയ സത്യം നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഈ രക്ഷ നമ്മുടെ സ്വന്തമാക്കാനും സകല മനുഷ്യർക്കും അവരുടെ സ്വന്തമാക്കാനും ശരിക്കും നമുക്ക് തീക്ഷ്ണത വരിക. ഈ ഒരാഴ്ചയില് ഈ ഒരു സത്യം നമുക്ക് കൂടുതൽ ആഴത്തിൽ നമ്മുടേതാക്കാൻ, അതായത് നമ്മളെല്ലാരും ഒന്നടങ്കം, നമ്മൾ പറഞ്ഞ ദൈവം നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെങ്കിലും പാപാവസ്ഥയിലായതുകൊണ്ട് എല്ലാരും ഒന്നടങ്കം പാപാവസ്ഥയിലാണ്. ആർക്കും സ്വയം രക്ഷിക്കാനോ പരസ്പരം രക്ഷിക്കാനോ പറ്റില്ല, പുറത്തുനിന്ന് രക്ഷ വരണം. അവിടെയാണ് ഈശോ മിശിഹ, നമ്മുടെ രക്ഷകനും കർത്താവും മിശിഹായുമായ ഈശോ നമ്മളെ വീണ്ടെടുത്ത് നമ്മളെ സ്വന്തമാക്കി. അപ്പൊ ഈശോ വിലയെല്ലാം കൊടുത്ത് നമ്മളെ സ്വന്തമാക്കി എന്നുള്ള ആ ഒരു വലിയ സത്യമാണ് ഈ ആഴ്ചയിലെ വചനങ്ങളിലൂടെ എല്ലാം നമുക്ക് കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ പോകുന്നത്. പതുക്കെ പതുക്കെ നമുക്കറിയാമല്ലോ, ബേസിക് ഗോസ്പൽ മെസ്സേജ്, അടിസ്ഥാന സുവിശേഷ സന്ദേശമാണ് നമ്മളിങ്ങനെ ഓരോ പോയിന്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ദൈവം നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്ന് നമ്മൾ കണ്ടു. ആ സ്നേഹം നമ്മൾ അനുഭവിച്ച് പങ്കുവെച്ച് ദൈവമക്കളായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ആദിമാതാപിതാക്കന്മാരുടെ നിസ്സഹകരണം മൂലം നമ്മളെല്ലാരും ഒന്നടങ്കം ഭാവാവസ്ഥയായി പോയ കാര്യമൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ കണ്ടത് ദൈവ മനുഷ്യ പങ്കാളിത്തത്തിലൂടെ ആ മാതാവിന്റെ പങ്കാളിത്തം വന്നപ്പോൾ സമയ പൂർത്തിയായ കാര്യമൊക്കെ പറഞ്ഞല്ലോ, കാലസമ്പൂർണത വന്നപ്പോൾ നമ്മളെ ഈശോ മനുഷ്യാവതാരം ചെയ്ത് ഈശോ താനാണ് വരാണ്ടിരിക്കുന്ന മിശിഹ എന്നുള്ള കാര്യമൊക്കെ പഴയ നിയമം മുതൽ നമ്മളിങ്ങനെ കാണുകയായിരുന്നു ഇതിലെല്ലാത്തിലൂടെ. എന്നിട്ട് ആ സിനഗോഗിൽ വെച്ച് പറഞ്ഞു, ഇതാ കർത്താവിന്റെ അവന്റെ മേലുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ കേട്ടിരിക്കെ ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു എന്ന് പറഞ്ഞാലും നിറവേറണമെങ്കിൽ പിന്നെ പണി ചെയ്യാനുണ്ടല്ലേ. അപ്പൊ ഈശോ എല്ലാം പ്രതീകാത്മകമായിട്ട് ഒക്കെ കാണിച്ചു. എന്നിട്ട് പറഞ്ഞില്ലേ, മനുഷ്യപുത്രന് പാപങ്ങൾ മോചിക്കാൻ അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയാൻ വേണ്ടി കളർവാദ്രോഗിയെ സുഖപ്പെടുത്തിയൊക്കെ അതൊക്കെ നമുക്കറിയാം. എല്ലാം കഴിഞ്ഞ് ഈശോ കുരിശിൽ മരിച്ച് മരണസമയത്ത് ഈശോ പറഞ്ഞ എല്ലാം പൂർത്തിയായെങ്കിലും ഉയർത്തെഴുന്നേറ്റ് വന്ന് മക്കളെല്ലാവരത്തോട് പറഞ്ഞു, നീ എന്നെ തടയരുത്, ഞാൻ പൂർത്തിയായിട്ടില്ല, ഇനി സ്വർഗത്തിൽ ചെന്ന് വേറെ പണിയുണ്ട്, പരിശുദ്ധാത്മാവിനെ അയക്കാനുണ്ട്. എല്ലാം പരിശുദ്ധാത്മാവിനെ കൂടെ തന്നതിലൂടെ ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് രക്ഷാകര കർമ്മം, അതിൽ രക്ഷാകര പ്രവൃത്തി പൂർത്തിയായി. അവരെല്ലാരും പറഞ്ഞതിലൂടെ പറഞ്ഞു, ഇനി നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രത്യുത്തരം വരാനുണ്ട്, നമ്മൾ അടുത്ത ആഴ്ചയെ കാണും. അപ്പോൾ ഈ ഒരു വലിയ സത്യം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി ഇതങ്ങോട്ട് ആഴത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആർക്കും ഇന്ന് വരെ നടന്നതുപോലെ നമുക്കാകാൻ പറ്റില്ല. നമ്മളൊക്കെ ഒരു തരത്തിലും സാത്താന്റെ അടിമത്തത്തിൽ കഴിയേണ്ടവരല്ല. അതല്ല ഈശോ എന്നിട്ട് വന്നിട്ട് പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, എന്റെ പിതാവ് എന്നെ അയച്ചപ്പോൾ നിങ്ങളെ വിടുന്നെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കണ്ടതാ. നമുക്കറിയാം, സഭ യൂണിവേഴ്സൽ സാക്രമെന്റ് ഓഫ് സാൽവേഷൻ, ഈശോ മിശിഹ കുരിശിൽ മരിച്ച് ഉയർത്തു സ്വർഗാരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവിനെയും തന്ന് നമ്മുടെ പാപകടങ്ങളെല്ലാം വീണ്ടെടുത്ത് ആ ഈശോയുടെ ജീവിതത്തിന്റെയും ദൗത്യത്തിന്റെയും തുടർച്ചയാണ് സഭ. നമ്മളെല്ലാരും മാമോദീസ വാങ്ങിയപ്പോൾ സഭയിലെ അംഗങ്ങളായി നമുക്കൊരു വലിയ പണിയുണ്ട്. ആ പണി എന്താണെന്ന് അറിയുന്നതിന് മുമ്പേ എന്താ സംഭവിച്ചതെന്നുള്ളതാണ് ഈ ആഴ്ചയിൽ നമ്മുടെ ചിന്താ വിഷയം. അപ്പൊ ഈശോ നമ്മളെ വീണ്ടെടുത്തു കഴിഞ്ഞ് വിലയ്ക്ക് വാങ്ങി. ഇനി നമ്മുടെ മേൽ ആർക്കും അധികാരമില്ലെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞു കഴിയുമ്പോഴേ അതിന് വേണ്ട ആക്ഷൻ എടുക്കാൻ നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും വ്യക്തമായിട്ട് കൃത്യമായിട്ട് വിശദമായിട്ട് എല്ലാരും നമ്മളോട് പറഞ്ഞത്. ആ ഒരു ഇന്ന് കേട്ട സത്യം, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇതിന്റെ അവിടുത്തെ വചനമാണല്ലോ സത്യം. ഈശോ പറഞ്ഞ വഴിയും സത്യവും ജീവനും എല്ലാം ഞാനാ. അപ്പം എല്ലാം ഈശോയാണ്. നമുക്ക് വഴിയുണ്ട്, സത്യമുണ്ട്. ശ്രമിച്ച് കാണിച്ചില്ലേ, അതായത് പുതിയൊരു പാത കീറിപ്പോയ കാര്യവും പുതിയ പാത തുറന്ന കഥയൊക്കെ പറഞ്ഞു. ആ വഴി നമ്മൾ സ്വന്തമാക്കിക്കൊണ്ട് എങ്ങനെ ഈ രക്ഷ നമ്മുടെ അനുഭവമാക്കാമെന്നും എങ്ങനെ ഈ രക്ഷ ലോകം മുഴുവൻ്റെതുമാക്കാൻ നമുക്ക് എന്ത് ചെയ്യണമെന്നും ഒക്കെ അടുത്ത ആഴ്ചകളിൽ നമ്മൾ പഠിക്കും. അപ്പൊ ഈ ആഴ്ച ഈശോ എങ്ങനെയാണ്, എന്ത് ചെയ്തുകൊണ്ടാണ് നമ്മളെ വീണ്ടെടുത്തത് എന്നുള്ള കാര്യമാണ് നമ്മൾ കണ്ടത്. നമുക്ക് തമ്പുരാന് നന്ദി പറയാം. ഈ രക്ഷ നമ്മുടെ സ്വന്തമാക്കാനായിട്ട്
നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ. ആലിസാൻഡിക്ക് കെട്ടിപ്പിടിച്ചാണ് ചക്കരവുമ കേട്ടോ. താങ്ക് യു സോ മച്ച്. ജോഷിയച്ചൻ എത്തിയിട്ടുണ്ട്. പക്ഷെ ജോഷിയച്ച 1 മിനിറ്റ് ഒന്ന് എനിക്ക് തരുമോ? ഞാൻ പെട്ടെന്ന് ഒരു 5-6 അനൗൺസ്മെന്റ്സ് ഉള്ളതൊന്ന് ഇട്ടോട്ടെ, എന്നിട്ട് ഞാൻ വേഗം ജോഷിയച്ചൻ ബിസിയാണ്. എന്നാ ഓക്കെ. എന്നാ ജോഷിയച്ച എന്റെ അനൗൺസ്മെന്റ് ഞങ്ങൾ കട്ട് ചെയ്തിരിക്കുന്നു, അല്ല പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നു. അപ്പം ജോഷിയച്ച ഞങ്ങളുടെ സങ്കീർത്തകനാണ്. അച്ഛനിലേക്ക് സമാപന സന്ദേശത്തിനും അനുഗ്രഹത്തിനുമായിട്ട്. താങ്ക് യു. ഇവിടെ വരെ ഞാൻ 3 മിനിറ്റ് എടുക്കുന്നുള്ളൂ. 3 മിനിറ്റ്. അനൗൺസ്മെന്റ് ഒക്കെ ജിഷ പുറകെ പറഞ്ഞോളൂ കേട്ടോ. ഞാൻ ഒറ്റ കാര്യം, ഈശോയുടെ രക്ഷയെക്കുറിച്ച് നമ്മൾ കണ്ടു. വളരെ വിപുലമായിട്ട് വിശാലമായിട്ടൊക്കെ നമ്മൾ കണ്ടു. എനിക്ക് പറയാനുള്ളത്, ഈ ഈശോയോടുള്ള നമ്മുടെ ബന്ധം എങ്ങനെ എന്നുള്ളതാണ്. ആ ഒറ്റ കാര്യം മാത്രം. ഈ ഈശോയോട് വലിയ ബന്ധം സൂക്ഷിക്കുന്ന വ്യക്തിത്വങ്ങൾ ബൈബിളില് വളരെ രസകരമായ ഒരു ഫിഗറാണ്, ഈ ഒരു കുടുംബമാണ് ലാസറിന്റെ കുടുംബം. ഈ ലാസറിന്റെ കുടുംബവുമായി ഈശോയ്ക്കുള്ള ബന്ധം നിങ്ങളൊന്ന് ഗൗരവമായിട്ടൊന്ന് ചിന്തിക്കണം. ഇതാണ് എനിക്ക് ആകെ പറയാനായിട്ടുള്ളത്. അവിടെ ഒരു ദിവസം വീട്ടിൽ വരുന്നു. അപ്പോ മേരി ഉടനെ ഈശോയുടെ പാദത്തിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ മുഖത്തേക്ക് നോക്കിയിരുന്ന് ഈശോ പറയുന്നത് കേട്ട് ഇങ്ങനെ ഇരിക്കുന്നു. മാർത്തയായിട്ട് ഈശോയെ സൽക്കരിക്കണം എന്ന് വിചാരിച്ച് ഓടി നടക്കുന്നു. അവസാനം വന്നിരിക്കുന്നത് ഗസ്റ്റാണ് എന്നുള്ള ചിന്തയൊന്നുമില്ലാതെ മാർത്ത ഈശോയോട് തട്ടിക്കയറുന്നു. എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് കാണുന്നില്ലേ? ഇതിലെല്ലാം ധ്വനിക്കുന്ന ഒരു ബന്ധത്തിന്റെ ഒരു തലമുണ്ട്. മറിയവും ഈശോയും തമ്മിലുള്ള ബന്ധം, മാർത്തയും ഈശോയും തമ്മിലുള്ള ബന്ധം, ലാസറും ഈശോയും തമ്മിലുള്ള ബന്ധം. ലാസർ രോഗിയായപ്പോ അവരയച്ചത് എന്തെന്ന് പറഞ്ഞിട്ടാ, കർത്താവെ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്നാ. എന്തൊരു പ്രയോഗമാണത്! കർത്താവെ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കും. എന്നിട്ട് ഈശോ ആണെങ്കിൽ പോയില്ല. ഈശോ തീരുമാനിച്ചു, പോകണ്ടെന്ന് തീരുമാനിച്ചു. ഭയങ്കരമായിപ്പോയി അത്. അവസാനം ലാസർ മരിച്ചു. എന്നിട്ട് യോഹന്നാൻ 11-ാം അധ്യായത്തില് ഈശോ ഈ മരണ വീട്ടിലേക്ക് വരുന്ന രംഗമുണ്ട്. അപ്പോ ഈശോ ഗ്രാമത്തില് എത്താറായി. മാർത്ത കേട്ടപ്പോ ഓടിപ്പോയി ഈശോയെ കണ്ടപ്പോ പറഞ്ഞു, കർത്താവേ അങ്ങെവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ല. ശരിക്കും പരാതിയാണ് ഈശോയോട് പറഞ്ഞത്. എൻ്റെ സഹോദരന്റെ മരണത്തിന്റെ കാരണം അങ്ങയുടെ അലംഭാവമാണ് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഞങ്ങൾ വിട്ടതല്ലേ, ആളെ വിട്ടതല്ലേ, എന്നിട്ട് എന്താ വരായിരുന്നേ? അങ്ങനെ പറഞ്ഞേ. ഇനി രസകരമായ കാര്യം, ഈശോയെ മാർത്ത കണ്ടു. എന്നിട്ട് ഈ മാർത്തയാണ് വീട്ടിൽ തിരികെ എത്തിയിട്ട് മേരിയോട് പറയുന്നത്, ദേ ഗുരു നിന്നെ വിളിക്കുന്നു എന്നാ പറയുന്നത്. ഗുരു അവിടെ ഉണ്ട്, ഗുരു. എന്നിട്ട് ഈശോ എന്ത് ചെയ്തു? അവിടുന്ന് അനങ്ങിയില്ല. അപ്പൊ ഗ്രാമത്തില് ഇവിടെ പ്രവേശിക്കുന്ന ഇങ്ങോട്ട് നടന്നു വന്നാൽ മതിയല്ലോ. മാർത്ത പോയി ഈശോയെ കണ്ടു, വീട്ടിൽ തിരികെ എത്തി. പക്ഷെ ഈശോ നിന്നിടത്ത് തന്നെ നിന്നു. എന്തായിരിക്കാം കാരണം? ഈശോ നിർബന്ധം പറഞ്ഞിട്ടുണ്ടാവും, അവൾ എന്തിയെ, മേരി എന്തിയെ? അവള് കെറിവിച്ചിരിക്കുകയാണ്, അവളോട് ഇങ്ങോട്ട് വരാൻ. എന്നിട്ട് ഈ മേരി ഈശോയുടെ അടുത്തേക്ക് ചെന്നിട്ട് സെയിം സെന്റൻസ് പറഞ്ഞു. ഏത് സെയിം സെന്റൻസ്? മാർത്ത പറഞ്ഞ അതേ സെന്റൻസ്. അതിന്റെ അർത്ഥം എന്താ? അവര് വീട്ടില് അവര് ഭയങ്കരമായിട്ട് ഈശോ വരാത്തതിനെ കുറിച്ച് സംസാരിച്ചു എന്നർത്ഥം. അവര് വീട്ടില് ഭയങ്കരമായിട്ട് ഇതേക്കുറിച്ച് പറഞ്ഞു. എന്നാലും ആ ഈശോ എന്തു പണിയാണ് കാണിച്ചത്? അല്ലെങ്കിലൊക്കെ വലിയ കാര്യമാണ് ഇവിടെ വരാനായിട്ട്. നമുക്കൊരു ആവശ്യമൊന്നും ഈശോ ഇല്ല.
അത് കൊണ്ട് തന്നെയാണ് മറിയം ചെന്നിട്ട് സെയിം സെന്റൻസ് പറയുക, കർത്താവെ അങ്ങ് ഇവിടെ ഉണ്ടായിരുന്ന എന്റെ സഹോദരൻ മരിക്കുക എന്ന് മാത്രമല്ല മറിയം കാലിൽ കെട്ടിപ്പിടിച്ചു. ഈശോയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് മറിയം കരഞ്ഞാണെന്ന് പറഞ്ഞു. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എന്നിട്ട് നാട്ടുകാരും പറയുന്നുണ്ട്, ഓ അവൻ ലാസറിനെ അവൻ എന്തോരം സ്നേഹിച്ചിരുന്നു. ഈശോയുടെ കരച്ചില് പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞു അവൻ സൂചിപ്പിച്ച ഒറ്റ കാര്യം, ഈശോയുമായുള്ള നമ്മുടെ വ്യക്തിപരമായ ബന്ധം എങ്ങനെ, നമ്മെ വ്യക്തിപരമായി സ്നേഹിക്കുന്ന കർത്താവിനെ നാം എങ്ങനെയാണ് വ്യക്തിപരമായി സ്നേഹിക്കുന്നത്? നമ്മുടെ കുടുംബത്തിന് ഈശോയുമായിട്ടുള്ള ബന്ധം എങ്ങനെ? ഈശോയുടെ വലിയ സ്നേഹത്തിലേക്ക് ആരെങ്കിലുമൊക്കെ അടുപ്പിക്കാൻ നമ്മൾ എന്തെങ്കിലും ശ്രമം ചെയ്യുന്നുണ്ടോ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരു ബ്ലെസ്സിങ് തന്നിട്ട് പോയേക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നിന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിച്ചോളണം. ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജിഷയുടെ അനൗൺസ്മെന്റ് പോയിക്കോട്ടെ. ടോംചൻജി, താങ്ക് യു. ഓക്കെ. അപ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് അനൗൺസ്മെന്റ്സ് കേൾക്കാം. 1 മിനിറ്റിൽ പറയുമെന്ന് പറഞ്ഞെങ്കിൽ ഇനി അത് ഞാൻ 2 മിനിറ്റ് ആക്കുവാനേ, നമ്മൾ മാത്രമല്ലോ. എല്ലാരും പേപ്പറും പേനയൊക്കെ എടുത്തോട്ട് 2-3 നമ്പേഴ്സ് ഇതിൽ വരുന്നുണ്ട്, അതൊന്ന് നോട്ട് ചെയ്യാനാണ് കേട്ടോ. 1, മിസിയോ പ്രിലിംസ് ബാച്ച് 16ന്റെ മെയിൻ ഗ്രൂപ്പിലുള്ളവർക്ക് ആർക്കെങ്കിലും സബ് ഗ്രൂപ്പ് ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ക്ലീറ്റസ് സ്കൂളുമായി ഈ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഇതാണ്: 9037201651. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 9037201651. ഈ കോഴ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സബ് ഗ്രൂപ്പ് ഉണ്ടാകേണ്ടതാണെന്ന് പ്രത്യേകം ഓർക്കുക. 2, സബ് ഗ്രൂപ്പ് മീറ്റിംഗിൽ എല്ലാവരും പങ്കെടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാ ദിവസവും സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്ന വേർഡ് ഓഫ് ദി ഡേ, വചനം നിങ്ങളെ എങ്ങനെ സ്പർശിച്ചുവെന്ന് ഒരു വോയിസ് മെസ്സേജ് ആയോ ടെക്സ്റ്റ് മെസ്സേജ് ആയോ സബ് ഗ്രൂപ്പിൽ എല്ലാവരും പോസ്റ്റ് ചെയ്യണേ. 3, ഓൺലൈനിൽ നടത്തപ്പെടുന്ന പ്രിലിമിനറി കോഴ്സ് 8 ക്ലാസ്സുകൾ മാത്രമുള്ളതാണ്. ഏകദേശം 34 ക്ലാസ്സുകളുള്ള ഫുൾ മിസിയോ കോഴ്സ് മാർച്ച് മാസം 10 മുതൽ 15 വരെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ ദയവായി താഴെ പറയുന്ന 2 നമ്പറുകളിൽ ബന്ധപ്പെടുക. നമ്പർ ഇവയാണ്: 9061954230. അടുത്ത നമ്പർ 7012574557. ഈ 2 നമ്പറിൽ ബന്ധപ്പെട്ടാൽ നമ്മുടെ ഫുൾ കോഴ്സ് മിസിയോ പ്രിലിംസ് ഇൻട്രൊഡക്ടറി ആണ്, അതിന്റെ ഫുൾ കോഴ്സിന്റെ വിശദവിവരങ്ങൾ ലഭിക്കുന്നതാണ്. 4ാമത്തെ അനൗൺസ്മെന്റ് ഇതാണ്: മിസിയോ ഭവനിൽ 1-2 ദിവസം വന്ന് താമസിച്ച് നിത്യാരാധനയ്ക്ക് മുന്നിലിരുന്ന് ഭാരത മിഷന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറുള്ളവർ എത്രയും വേഗം അറിയിക്കുക. കുടുംബമായോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ വന്നിരുന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. 5ാമത്തെ പോയിന്റ്: നിങ്ങളുടെ ഇടവകകളിൽ കുടുംബ യൂണിറ്റ് നേതൃത്വങ്ങൾക്കും മതാധ്യാപകർക്കും ഒക്കെയായി മിസിയോ ഫുൾ കോഴ്സ് വികാരിയച്ചന്മാരുടെ അനുവാദത്തോടെ സംഘടിപ്പിച്ചാൽ മിസിയോ ടീം അവിടെ എത്തി കോഴ്സ് നിങ്ങൾക്കായിട്ട് നടത്തി തരുന്നതാണ്.
ഫുൾ കോഴ്സ് അങ്കമാലി കറൂറ്റിയില് നമ്മുടെ മിസിയോ ഭവനിൽ ചെല്ലാത്തവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് ഇപ്പോ പറഞ്ഞത് കേട്ടോ. അടുത്തത് മിസിയോ വൈബ്സ് നമ്മുടെ കുടുംബത്തിൽ നിന്നും എല്ലാ മാസവും മലയാളത്തിലും ഇംഗ്ലീഷിലും പബ്ലിഷ് ചെയ്യപ്പെടുന്ന ഒരു ഓൺലൈൻ ന്യൂസ് ലെറ്റർ ആണ്. PDF ഫയലായിട്ടാണ് നിങ്ങൾക്ക് ഇത് ലഭിക്കുക. നമ്മളൊരു മിഷൻ ആണെന്ന് ബോധ്യം നൽകാൻ ഉതകുന്ന നിരവധി ലേഖനങ്ങൾ അതിൽ വരുന്നുണ്ട്. അതെല്ലാം ഒന്ന് വായിച്ചു നോക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം കേട്ടോ. അടുത്ത അനൗൺസ്മെന്റ്, അനോണിമസ് ആയി വരുന്ന ഒരു മെസ്സേജിനും ആരും റെസ്പോണ്ട് ചെയ്യരുത്. മിസിയോ കുടുംബത്തിൽ നിന്നും പണസംബന്ധമായ ഒരു കാര്യത്തിനായും ആരും നിങ്ങളെ വിളിക്കില്ല. ഇത്തരം കോളുകളോ മെസ്സേജുകളോ ലഭിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ടവരെ ഉടനെ വിവരം അറിയിക്കുകയും നമ്പർ ബ്ലോക്ക് ചെയ്യുകയും വേണമെന്ന് അറിയിച്ചോളൂ. ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ അനൗൺസ്മെന്റ്സിലുള്ള കാര്യങ്ങൾ. അടുത്തതായി നമുക്ക് നമ്മുടെ തുടക്കത്തിൽ പ്രാർത്ഥനാ ഗാനം ആലപിച്ച വിൻസെന്റ് ചേട്ടന്റെ സമാപന ഗാനം കേൾക്കാം. വിൻസെന്റ് ചേട്ടാ. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ, ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. നന്ദിയോടെന്റെ ഉള്ളം പാടി പുകഴ്ത്തുന്നേ, സന്നാഹമോടെ എന്നും പാടിയിടുമേ. ദേവസന്നാഹമോടെ എന്നും പാടിയിടുമേ. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ, ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. ആമേൻ.